നമ്മുടെ സകല പ്രസംഗത്തിനും ആധാരം വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ബൈബിളിൽ നിന്ന് 3 വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, 3 വാക്യങ്ങൾ വായിച്ച് കേൾക്കാൻ പോവുകയാണ്. അത് മൈക്കിലൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനുള്ള സൗകര്യം ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. വായിക്കുന്ന വാക്യങ്ങൾ ആദ്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം വായിക്കണം പ്രാരംഭത്തിൽ. അതിനുശേഷം 49-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം വായിക്കണം. അതിനുശേഷം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത് വാക്യം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1:27, സങ്കീർത്തനം 49:20, വെളിപ്പാട് 2:7. ഒരു മൈക്ക് കൊടുത്താട്ടെ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നിൽക്കട്ടെ, 49:20 സങ്കീർത്തനം എടുത്തു വെച്ചു. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആരെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യനെക്കുറിച്ച്. ഇനി അതേ തിരുവചനം മനുഷ്യനെക്കുറിച്ച് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വായിച്ച്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ശ്രദ്ധിക്കണം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവമായ ഈശ്വരന്റെ, പടച്ചവന്റെ, സൃഷ്ടാവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു എന്ന്. ഇനി വെളിപ്പാട് 2:7 വായിച്ചേ. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. മതി, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മനുഷ്യന്റെ 3 അവസ്ഥകൾ. ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോഴുള്ള മനുഷ്യന്റെ അവസ്ഥ, ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവസ്ഥ, ഇനി ആസന്ന ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന്റെ 3 അവസ്ഥകളെ കുറിച്ചാണ് വായിച്ചത്. ഇതിൽ ആദ്യം പറയുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈശ്വരന്റെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ മൃഗത്തിനു തുല്യനായി മാറുന്നൊരവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയെന്നും, ആസന്ന ഭാവിയിൽ ദൈവം വസിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം എങ്ങനെ ഈ മനുഷ്യന് തിന്മാൻ സാധിക്കുമെന്നുമാണ് നമ്മൾ ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലുമായിട്ട് ദേശത്തോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ, ഇന്ന് മാത്രം കേട്ടാൽ പോരാ, നാളെയും കൂടി കേട്ടിട്ടൊരു തീരുമാനത്തിലെത്തണം. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് തമിഴും മലയാളവും കൂടെ ചേർന്ന സ്ഥലമായതുകൊണ്ട് മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഈ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില വാക്കുകളിലൊന്ന് പരിചയപ്പെടുത്തുവാൻ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. ഇവിടെ പേര് പറഞ്ഞു, ഇവിടെയുള്ള കളിയൽ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നിടത്തൊക്കെ നോട്ടീസും ഫ്ലെക്സും ഒക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ വായിക്കുമ്പോഴറിയാം ഷമീർ കൊല്ലം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഷമീർ എന്നുള്ളത് എൻ്റെ പേരും കൊല്ലം എന്നുള്ളത് എൻ്റെ സ്ഥലവും. എന്നാൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ മുഴുവൻ പേര് ഷമീർ അബ്ദുൽ സലാം എന്നാണ്. കാരണം ഞാൻ ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും, ഞങ്ങൾ വിളിക്കുന്നത് ബാപ്പയും ഉമ്മയും എന്നാണ്, തെറ്റിദ്ധരിക്കരുത്. ബാപ്പയും ഉമ്മയും 2 സഹോദരങ്ങളും അടങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം.
വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിക മതചിട്ടകൾ അനുസരിച്ചാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ ഇങ്ങനെ കൊട്ടിപ്പാടി കൈയടിച്ച് ബഹളമുണ്ടാക്കി പ്രാർത്ഥിക്കുന്ന കൂട്ടരൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് കത്തോലിക്കരായ സഹോദരങ്ങൾ ഞങ്ങളുടെ നാട്ടും പുറത്ത് താമസമുണ്ട്. എൻ്റെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ കത്തോലിക്കരായ സഹോദരങ്ങൾ താമസമുണ്ട്. അവരുടെ വീട്ടിൽ യേശുവിൻ്റെ പടം കാണുമ്പോൾ ഇത് യേശു ക്രിസ്തു, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നും. അപ്പം എൻ്റെ ചിന്തയാണെന്നേ ഞാൻ പറയുന്നത്. എൻ്റെ ചിന്ത, ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊരു ദൈവമുണ്ട്, അത് അള്ളാഹു. പിന്നെ ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള ദൈവങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചിന്ത, എൻ്റെ അറിവ്. ആ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഈ മദ്രസ എന്ന് പറയും, നിങ്ങൾക്കറിയാവോ? അങ്ങനെ പറഞ്ഞാൽ മുസ്ലിം പള്ളിയിൽ മദ്രസയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് വരിയായി ഞാനും എൻ്റെ സഹോദരിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ മദ്രസയിലേക്ക് കടന്നു പോകുന്നൊരു ബാല്യകാലം. അപ്പം ചോദിക്കും, അത് എന്തിനാ ഉപദേശി അവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ശ്രദ്ധിച്ച് കേട്ടോണം. മതപഠനത്തിനായിട്ടാണ് പോകുന്നത്. ഒന്ന് പറഞ്ഞേ, എന്തിനാ പോന്നേ? ഒന്ന് പറ. മതപഠനത്തിന്. ഇനി അറിഞ്ഞില്ലെന്നൊന്നും പറയരുത്, എല്ലാവരും അറിഞ്ഞിരിക്കണം. മതപഠനത്തിനായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ മതം പഠിക്കണം. മതമാണ് എല്ലാത്തിനും പ്രധാനം. മതത്തിന് വേണ്ടി നിൽക്കണം. മതമാണ് ഒന്നാം സ്ഥാനം. പ്രസവിച്ച അമ്മയും ജനിപ്പിച്ച അപ്പനും എല്ലാം മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മതത്തിനാണ് ഒന്നാം സ്ഥാനമെന്നാണ് ചെറിയ പ്രായം തൊട്ടേ തലച്ചോറിൻ്റെ അകത്തോട്ട് കയറുന്നത്. മതം മതം മതം. അങ്ങനെ മതത്തിനു വേണ്ടി എന്തും ഏതുമായി തീരുവാനുള്ള ഒരു ആവേശമൊക്കെ കുത്തി നിറച്ച ബാല്യകാലം അങ്ങനെ ജീവിച്ച് യൗവന കാലഘട്ടത്തിലെത്തിയപ്പോൾ, നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ യൂത്ത് പ്രായത്തിലെത്തിയപ്പോൾ, ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഒരു ബൈബിൾ കരങ്ങളിൽ എടുപ്പാൻ ഭാഗ്യം ലഭിച്ചു. അനുഭവം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന നിലയിൽ ജീവിതം തകർന്നടിഞ്ഞു പോയി. ജീവിതത്തിൻ്റെ തകർച്ചയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ കൂട്ടുകാരുമായി മദ്യം കഴിച്ചും കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളിൽ തല്ലും വഴക്കുമുണ്ടാക്കിയും ജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോയ യൗവന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ ഒരു ബൈബിൾ കരങ്ങളിൽ ലഭിക്കുവാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞാൻ ആരും കാണാതെ രഹസ്യമായിട്ട് ഈ ബൈബിൾ ഒന്ന് വായിക്കാൻ തുടങ്ങി. രാത്രി എൻ്റെ ഉമ്മയും ബാപ്പയും സഹോദരങ്ങളുമൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ആരും കാണാതെ ഈ ബൈബിൾ എടുത്ത് ഒന്ന് വായിക്കാൻ ഒരു താല്പര്യം. അങ്ങനെ രഹസ്യമായി വായിക്കുമ്പോഴാണ് ഒരു ദിവസം പിടിവീണു. എൻ്റെ ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചു. ആകെ ബഹളമായി, അമ്മയാകെ നിലവിളിയായി. എൻ്റെ റബ്ബേ, ആവശ്യമില്ലാത്ത ഇബിലീസിനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്തൊക്കെ നാശം ഇനി ഉണ്ടാക്കും എൻ്റെ പടച്ചവനേന്ന് പറഞ്ഞ് തള്ള ആകെ ബഹളമുണ്ടാക്കി. ഇന്ന് രാത്രി ഒരു സന്തോഷ വാർത്ത പറയട്ടെ. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വാങ്ങി കട്ടിലിനടിയിലോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞ എൻ്റെ ഉമ്മ ജമീല ബീവി ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദേശത്തോട് ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ചില കമ്പനിക്കാരൊരു പരസ്യം പറയാറുണ്ട്, ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല. കേട്ടിട്ടുണ്ടോ? ചില കമ്പനിക്കാർ പരസ്യം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല, ഞങ്ങൾക്കും മറ്റു ബ്രാഞ്ചുകളില്ല. മനസ്സിലായോ? അപ്പൊ ഈ പുസ്തകത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത പറയാം. ഇതിനെ എതിർക്കുന്നവരെല്ലാം ഇത് ചുമക്കും.
നിങ്ങളുടെ സന്തോഷം പോരാ. ഇതിനെ എതിർക്കുന്നവരെല്ലാം ഇത് ചുമക്കും. ഇത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. 2 ഉദാഹരണം പറയാം. കോട്ടയത്തിനടുത്ത് കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉപദേശിമാർ വന്നിട്ട് പറഞ്ഞു, ഒരാൾ കാണാൻ പുറത്ത് കാത്തു നിൽപ്പുണ്ട്, പരിചയപ്പെടാൻ. ശരി, വരാൻ പറയൂ. വന്നു. അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല, ഒന്ന് പറയൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ടാകും എന്നെക്കുറിച്ച്. ഞാൻ ചോദിച്ചു, എങ്ങനെയാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കേൾക്കണേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റാന്നി എന്ന് പറയുന്ന പട്ടണത്തിൽ സുവിശേഷകന്മാർ പരസ്യയോഗത്തിന് സുവിശേഷം പറഞ്ഞ് ട്രാക്റ്റ് കൊടുത്തും വന്നപ്പോൾ ദൈവദാസന്മാരുടെ കയ്യിൽ നിന്ന് ബൈബിളും ട്രാക്റ്റുമെല്ലാം പിടിച്ചു വാങ്ങി റാന്നി പാലത്തിലിട്ട് ബൈബിൾ വലിച്ചു കീറി കത്തിച്ചു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ പെന്തിക്കോസുകാരൊക്കെ ചില സ്റ്റേജുകളിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പഴയ പാലം പിന്നീട് പൊളിഞ്ഞു പോയി, പിന്നെ ഇന്ന് കാണുന്ന റാന്നി പാലം പിന്നീട് പണിതതാണെന്ന്. അത് തന്നെ, അത് തന്നെ. അടുത്ത വാക്ക് അദ്ദേഹം പറയുകയാണ്, അന്ന് ആ ബൈബിൾ കത്തിച്ച മനുഷ്യൻ ഞാനാണെന്ന്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ബൈബിൾ പൊക്കി പിടിച്ചു പറയുക, ഇപ്പം ഇതും പ്രസംഗിച്ച് നടക്കുക എന്ന്. ഹല്ലേലൂയ. ഇനി ഒരനുഭവം നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയാം. ഈ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് മാമ്പഴക്കര എന്ന് പറഞ്ഞ സ്ഥലം, വലിയ ദൂരമില്ല. 3-4 മാസങ്ങൾക്ക് മുമ്പ് മാമ്പഴക്കരയിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു സഹോദരൻ ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, ഭയങ്കര സന്തോഷം. പാസ്റ്ററേ, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, 15 വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ മാമ്പഴക്കരയിൽ പ്രസംഗിക്കാൻ വന്നു, ഓർക്കുന്നോ? ഞാൻ പറഞ്ഞു, ചെറിയൊരു ഓർമ്മയുണ്ട്. മാമ്പഴക്കര വലിയ ജംഗ്ഷൻ, ഒരു മരത്തിൻ്റെയൊക്കെ ചുവട്ടി. അത് തന്നെ, അത് തന്നെ. അന്ന് പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഏറ്റവും പുറകിൽ വന്ന് നിന്ന് കൂകി വിളിച്ച BJP-കാരനാണ് ഞാൻ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പം പാസ്റ്ററാന്ന്. ഞാൻ ചോദിച്ചു, എന്താ പേര്? അപ്പം അദ്ദേഹം പറയുക, സ്നേഹലാൽ. ഞാൻ പറഞ്ഞു, ഇപ്പോഴല്ലേ പേര് കറക്റ്റായത്? പണ്ട് കൂവുന്ന ലാലായിരുന്നു, ഇപ്പം സ്നേഹിക്കുന്ന ലാലായി. അതുകൊണ്ടാണ് നല്ല ചലഞ്ച് ചെയ്ത് പറയാം ഈ ദേശത്തോട്, ഈ പുസ്തകത്തെ എതിർക്കുന്നവരെല്ലാം ഇത് ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്ന കാലം വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ദേശത്തോട് ദൈവാത്മാവിൽ വിളിച്ചു പറയാം. ഇനി ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം ഈ നാട്ടിലെ ആളുകളോട്. ഈ പുസ്തകത്തിൽ ഷമീർ അബ്ദുൽ സലാം കണ്ട മറ്റൊരു പ്രത്യേകത, ഈ പുസ്തകത്തിലെ ദൈവത്തിന് പ്രതികാരമില്ല. ഹലോ, ഈ പുസ്തകത്തിലെ ദൈവത്തിന് എന്തില്ല? പ്രതികാരമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, അപ്പുറത്തെ വീട്ടിലെ രമണി എനിക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് രമണിയുടെ മണ്ടയ്ക്കിട്ട് ഇടി വെട്ടിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പം പ്രാർത്ഥിക്കുന്ന നിന്റെ മണ്ടയ്ക്ക് ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മറ്റൊരാൾക്ക് ദോഷം വരുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല യേശു ക്രിസ്തു. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ദോഷം വരാനുള്ള കൊട്ടേഷൻ ഒന്നും ഈ ദൈവം എടുക്കത്തില്ല. മനസ്സിലായോ വല്ലോ? ഇവിടെ അങ്ങനെ കൊട്ടേഷൻ ഉള്ള ഒത്തിരി പരിപാടിയുണ്ട്. ഈ ദൈവം അങ്ങനെ മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒരു പരിപാടിയും ഇവിടെ എടുക്കത്തില്ല. ഈ ദൈവം പഠിപ്പിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നാണ്. അങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരേ ഒരു ദൈവം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവേ ഉള്ളൂ. ഇനി ഇച്ചിരൂടെ കടുപ്പിച്ച് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ സ്വന്തമായൊരു കൊട്ടേഷൻ ടീം ഇല്ലാത്ത ഏക ദൈവം യേശു ക്രിസ്തുവാണ്. എന്താ? ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്ത ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് ആർക്ക് യേശുവിന് എന്തും പറയാം, ഒരു പ്രശ്നമില്ല. യേശു കള്ളനാണോ കൊള്ളക്കാരനാണോ ഒക്കെ പറഞ്ഞോ, അതിൻ്റെ പേരിൽ നാളെ കളിയലി ഹർത്താലൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഞങ്ങളിൽ ആരും ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല. ഞങ്ങളാരും മുണ്ടും മടക്കെ കുത്തി തെറി വിളിക്കാൻ ഇറങ്ങത്തില്ല.
എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കാര്യം നോക്കാൻ ദൈവത്തിന് അറിയാം. മനസ്സിലായോ? അപ്പം ഞാൻ ബൈബിളിൽ കണ്ട മറ്റൊരു പ്രത്യേകത, മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒരു പ്രാർത്ഥനയും യേശുക്രിസ്തു കേൾക്കത്തില്ല. എന്നാ നിങ്ങളുടെ സ്തോത്രമൊന്നും കേട്ടില്ല. നിങ്ങളോടും കൂടെ ഒരു വരി പറയട്ടെ. നമ്മുടെ ഇടയിലും ചിലപ്പോൾ ചില ക്ഷുദ്രജീവികൾ കറങ്ങി വന്നേച്ച് പറയും, ചില എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ ഇവന് വട്ടാന്ന് ഓർത്താൽ മതി. മനസ്സിലായോ? വേറൊരാൾക്ക് ദോഷം വരുന്ന ഒരു പ്രാർത്ഥനയും യേശുക്രിസ്തു അങ്ങോട്ട് സ്വീകരിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ അന്ന് എൻ്റെ ഉമ്മ ജമീല ബീവി ബൈബിൾ വലിച്ചെറിഞ്ഞ് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഞാൻ പിന്നെയും രഹസ്യമായിട്ട് ഇത് വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് ഇത് പിന്നെയും വായിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ കളിയൽ ദേശത്തോടെ അഭിമാനത്തോടെ വിളിച്ചു പറയാം, അങ്ങനെ വായിക്കും തോറും ഈ വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ അഭിമാനമുണ്ടായി എന്ന് ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ചോദിക്കാം, എന്താണോ ഷമീറെ ഈ ബൈബിളിനെ ചേർത്ത് പിടിക്കാൻ ഇത്രയും വലിയ പ്രത്യേകത? ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥന ഒരു ഓൾ നൈറ്റ് പ്രയറാക്കി മാറ്റിയാൽ, ഒരു മുഴുരാത്രി പ്രാർത്ഥനയാക്കി മാറ്റിയാൽ, ഇന്ന് രാത്രി വെളുക്കും വരെ പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതയുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ നേരം അതല്ലാത്തത് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഈ ദേശത്തോട് പറയാനുണ്ട്. ഈ ദേശത്തിൻ്റെ പേര് കളിയിലെന്നാണോ മൊത്തത്തിൽ? പിന്നെ ആലഞ്ചോല. ആലഞ്ചോലയോട് പറയാനുണ്ട് ഒരു പ്രത്യേക കാര്യം. എന്താണെന്നറിയാമോ? ഈ പുസ്തകം അഥവാ ബൈബിൾ ഈ ഷമീർ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഞാൻ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചു. കേട്ടോണം, പലതവണ വായിച്ചു, പലവട്ടം വായിച്ചു. എന്നിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് ഒരൊറ്റ വരി കൊണ്ടുപോലും മതം പഠിപ്പിക്കാത്തൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കേൾക്കുന്നുണ്ടോ? ആലഞ്ചോലക്കാർ മനസ്സിലാക്കണം, ഇവിടെ നടക്കുന്നതൊരു മതപ്രഭാഷണമല്ല. ഈ വിശുദ്ധ ബൈബിളിൻ്റെ അകത്ത് മതമില്ല. യേശുക്രിസ്തു ഇവിടെ പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ഒരു മതം സ്ഥാപിക്കണമെന്ന്. യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ആരെങ്കിലും മതത്തെ ചേർക്കണമെന്ന്. യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ആരുടെയെങ്കിലും മതത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെന്ന്. കാരണം ഈ പുസ്തകത്തിൻ്റെ അകത്ത് എന്തില്ല പറ, അഭിമാനത്തോടെ പറയണം, ഇതിൻ്റെ അകത്ത് മതം പഠിപ്പിക്കുന്നില്ല. എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്തുവാ പറയാച്ചാ? കേരളത്തിലെ കാര്യം പറഞ്ഞാൽ മതി, തമിഴ്നാട്ടിലെ എനിക്ക് അറിഞ്ഞുകൂടാ. മതം മാറ്റുന്നവരെന്ന് അങ്ങനല്ലേ പറയുന്നേ? ആണോ? നാട്ടുകാർ നമ്മളെക്കുറിച്ച് പറയുന്നത് ഇവരെന്ത് ചെയ്യുക, മതം മാറ്റുന്നെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കേരളത്തിലാണെങ്കിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പറഞ്ഞു, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇവർ പിടിച്ച് മതം മാറ്റുന്നു എന്ന് പറഞ്ഞു. അങ്ങനാണെങ്കിൽ ചേച്ചിക്ക് 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോയിക്കൂടെ? വളരെ സിമ്പിളല്ലേ? ഞങ്ങളുടെ കൈ കഞ്ഞിയേ ഉള്ളൂ, കോഴിയൊന്നുമില്ല കൊടുക്കാൻ. ഞങ്ങൾ ആരെങ്കിലും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളൊരു നല്ല കോഴിക്കാലും 1000 രൂപയും കൊടുത്ത് അവരെ തിരിച്ച് കൊണ്ടുപോയാൽ മതി. അല്ലാതെ അടിയും ബഹളവും വഴക്കും ഒന്നും നമുക്ക് വേണ്ട. അപ്പം അറിവില്ലായ്മയാണെങ്കിൽ അത് തിരുത്തണം, തെറ്റിദ്ധാരണയാണെങ്കിൽ അത് തിരുത്തണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഒരിടത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ? പിന്നെ എന്താ ഉപദേശി ഈ ബൈബിൾ പഠിപ്പിക്കുന്നതെന്നല്ലേ പറയാം. ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തെക്കുറിച്ചല്ല. പിന്നെന്താ? സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഉലകത്തിലെ സകല മനുഷ്യന്മാരും തൻ്റെ സൃഷ്ടാവിനെ അറിയണം. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒന്നും പേര് പോലും മാറ്റാത്തത്. എന്നോട് ഇന്നാളെ ഒരാൾ ചോദിച്ചു, എന്താ പേര് മാറ്റാത്ത? ഷമീർ എന്ന പേരെന്താ മാറ്റാത്ത? പേര് മാറ്റാൻ എന്നോട് ബൈബിൾ ആവശ്യപ്പെടുന്നില്ല. ഇനി എങ്ങാനും ഞാൻ പേര് മാറ്റി നാളെ ജോസഫ് എന്നെങ്ങാനും ആക്കിയാൽ
അപ്പോഴേ ആളുകൾ പറയും, കണ്ടോ പുള്ളിയെ കൊണ്ടുപോയി മതം മാറ്റിയെന്ന് പറയും അല്ലേ? അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തില്ല പറഞ്ഞേ? മതമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരാരെങ്കിലും ആലഞ്ചോലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ തെറ്റിദ്ധാരണ മാറ്റണം. ബൈബിൾ ഒരു മതത്തെക്കുറിച്ചും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു മതം സ്ഥാപിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. മതത്തെക്കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെന്താ ഈ ബൈബിൾ പഠിപ്പിക്കുന്നതെന്നല്ലേ? അതല്ലേ ഇന്നും നാളെയായിട്ട് ഞാൻ ആലഞ്ചോലയോട് പറയാൻ പോകുന്നത്. ഒന്ന് കേട്ടോ, കേട്ടിട്ട് തീരുമാനം എടുക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് മതമില്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ഇനി അക്കമിട്ട് പറയാൻ പോവുകയാണ്. സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ മനുഷ്യൻ? ആരാണ് ഈ സൃഷ്ടാവ്? കേൾക്കണം, ഈ വേദപുസ്തകം ആരംഭിക്കുന്നത് ഈ പ്രപഞ്ചം, ഈ ലോകം ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ആരംഭം കുറിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉൽപ്പത്തി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ചേ? പറഞ്ഞേ. ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചു. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആരാന്നല്ലേ? ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തനായവനെന്നേ ഉള്ളൂ. അല്ല, ദൈവം എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവിൻ്റെ പേരൊന്നും അല്ല ദൈവം. മനസ്സിലായോ? ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്ററെ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, കൺവെൻഷന് പോകുന്നു. ചോദ്യം, എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ? ആണോ? എൻ്റെ പേര് പാസ്റ്റർ എന്നല്ല, എൻ്റെ പേര് ഷമീർ എന്നാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ എന്നാ വിളിച്ചേ? പാസ്റ്ററെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു. എൻ്റെ പേരതല്ലെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു. ഇതുപോലെ പാസ്റ്റർ എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക പദവിയുടെ പേരാണ്. അപ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ട്, ഷമീർ. ഇതുപോലെ ദൈവം എന്നുള്ളത് ദൈവത്തിൻ്റെ പേരല്ല. പക്ഷെ ദൈവമേ എന്ന് വിളിച്ചാലും ദൈവം കേൾക്കും. ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദു വിളിച്ചാലും കേൾക്കും, മുസൽമാൻ വിളിച്ചാലും കേൾക്കും, ക്രിസ്ത്യാനി വിളിച്ചാലും കേൾക്കും. മനുഷ്യനായി പിറന്ന ആര് വിളിച്ചാലും ആ വിളി കേൾക്കുന്നവനാണ് സൃഷ്ടാവ്. ഇനി അതിന് ബൈബിളിൽ നിന്നൊരു തെളിവ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ. ഞാൻ കണ്ടിട്ടില്ല ഹൃദയം നുറുങ്ങിയ പെന്തിക്കോസുകാർക്കെന്ന് കണ്ടിട്ടില്ല, ഹൃദയം നുറുങ്ങിയ കത്തോലിക്കർക്കെന്ന് കണ്ടിട്ടില്ല, ഹൃദയം നുറുങ്ങിയ മർത്തോമാക്കാർക്കെന്ന് കണ്ടിട്ടില്ല, ഹൃദയം നുറുങ്ങിയ അങ്ങനെ പ്രത്യേക കാറ്റഗറി ഒന്നും കണ്ടിട്ടില്ല. മനുഷ്യനായി പിറന്ന ആരുടെ ഹൃദയം നുറുങ്ങി ദൈവമേന്ന് വിളിച്ചാലും അത് കേൾക്കുന്നവനാണ് സൃഷ്ടാവായ ദൈവം. അതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാർക്ക് മാത്രമല്ല ഇവിടെ വീടും കൂടും കാറും ഒക്കെ ഉള്ളത്. ഇവിടെ ദൈവമേ ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദികളും അന്തസ്സായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കാരണം അവരുടെ പ്രാർത്ഥനയും കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവർ മാത്രമാണോ ഇവിടെ ആഹാരം കഴിക്കുന്നത്? അല്ല. ദൈവമില്ല ഒരു കുന്തവും ഇല്ലെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ സുഖമായിട്ടും മാന്യമായിട്ടും ജീവിക്കുന്നില്ലേ? ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് ദൈവമില്ലെന്ന് പറഞ്ഞാലും ഈ ഭൂമി ജീവിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം പിന്നെ ദൈവത്തെ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നല്ലേ ചോദ്യം? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. ദൈവത്തെ ഒരാൾ വിശ്വസിക്കുന്നത് എന്തിനാ? ഇത് നമ്മുടെ ആളുകളിൽ ചില തെറ്റിദ്ധാരണകൾ കയറി വെച്ചിട്ടുണ്ട്. എന്താ? പ്രാർത്ഥിക്കാൻ വന്ന വീട് കിട്ടും, പ്രാർത്ഥിക്കാൻ വന്ന ജോലി കിട്ടും, പ്രാർത്ഥിക്കാൻ വന്ന കാറ് കിട്ടും, പ്രാർത്ഥിക്കാൻ വന്ന വിസ ശരിയാകും. ഇതൊക്കെ പൊട്ടൻ ചിന്തകളാണെന്ന് മനസ്സിലാക്കിക്കോണം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തവനും ഇതെല്ലാം ഇവിടെ ഇല്ലേ? ഇല്ലേ? പ്രാർത്ഥിക്കാത്തവരാരും ഇവിടെ എല്ലാവരും തോർത്ത് പിരിച്ച് റോഡിലിരുന്ന് ഭിക്ഷ എടുക്കുവാന്നോ? അല്ല. പ്രാർത്ഥിക്കാത്തവനും ഇതെല്ലാം ഉണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടുള്ള ഗുണം എന്നാടാ എന്നല്ലേ? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. നാളെയല്ലേ ക്ലൈമാക്സ്, നമുക്ക് നാളത്തേക്ക് തീർക്കാം. ഇപ്പം തൽക്കാലം കേൾക്കുക. അപ്പോൾ ദൈവം എന്നുള്ളത് ദൈവത്തിൻ്റെ പേരൊന്നുമല്ല. ദൈവമേ എന്ന് വിളിച്ചാലും ദൈവം കേൾക്കും. അപ്പോൾ ചോദിക്കും, അപ്പോൾ ദൈവത്തിനൊരു പേരുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പേര് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. തൽക്കാലം ദൈവം എന്നിരിക്കട്ടെ. കേൾക്കുന്നവർക്കും പിണക്കമില്ല, നമുക്കും പിണക്കമില്ല. ദൈവം അങ്ങനെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിൾ പറയുന്നു, ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ
അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ പുസ്തകത്തിൽ കണ്ടു. അതുകൊണ്ട് ഇത് രാത്രി ആലഞ്ചോലയോട് പ്രാരംഭത്തിൽ ഒരു ദൂത് വിളിച്ചു പറയാം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്. അതെന്തിനാ പറഞ്ഞത്? ഇപ്പോഴത്തെ 2026 കമ്പ്യൂട്ടർ യുഗത്തിലെ ന്യൂ ജനറേഷൻ പിള്ളേർ പലരും പറയുന്നത് ദൈവമൊന്നും ഇല്ലെന്നാ. ദൈവമൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ പറയും, ദൈവം ഇല്ല, ഒരു കുന്തം ഇല്ലെന്നാ നമ്മുടെയൊക്കെ പിള്ളേർ സെറ്റ് പറയുന്നത്, ദൈവമൊന്നും ഇല്ലെന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവമില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇതിൻ്റെ അകത്ത് ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ, ദൈവമേ ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യ ശരീരത്തിൽ ഈ കസേരയിലിരിക്കുന്ന നിങ്ങളെയും പ്രസംഗിക്കുന്ന എന്നെയും അടക്കം ഈ സകല മനുഷ്യന്മാരെയും സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരവിരുതുണ്ട്. അയ്യോ പാസ്റ്ററെ അത് മനസ്സിലായില്ല, പറയാം, ഇങ്ങോട്ട് നോക്കേ. നിങ്ങൾ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നൊരു 10 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയതാ ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് കണ്ണാടിയിലോട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കാണാം. ഒരു 10 മിനിറ്റ് നോക്കി നിന്നാൽ നിങ്ങളുടെ മനസ്സറിയാതെ പറയുന്നൊരു സത്യമുണ്ട്, ഒരു ദൈവമുണ്ട്. അതെന്താ പാസ്റ്ററെ അങ്ങനെ പറയാൻ കാരണം? കേട്ടെ, എന്നെ ശ്രദ്ധിച്ചേ. ദൈവം സൃഷ്ടിച്ചപ്പോൾ വെച്ചൊരു വ്യവസ്ഥ കാണണോ? ഹലോ കേൾക്കണേ. ഈ തലയിലിരിക്കുന്ന കറുത്ത സാധനം പേരെന്തുവാ? മുടിയെന്ന. ഈ താടിയും മീശയൊക്കെ ആയിട്ട് വളർന്നിറങ്ങുന്ന എന്തുവാ? മുടി തന്നെയാ. ഈ പുരികമായിട്ട് വരുന്നത് എന്താ? മുടി തന്നെയാ. കണ്ണിൻ്റെ പീലിയായിട്ട് വരുന്നത് എന്താ? എല്ലാം മുടി തന്നെയാ. പക്ഷെ സൃഷ്ടിച്ചവൻ വെച്ചൊരു നിയമം കേൾക്കണോ? തലമുടിയോടും താടിയോടും മീശയോടൊക്കെ വളർന്നിറങ്ങിക്കോളാൻ പറഞ്ഞു. അതവർ വെട്ടിക്കൂട്ടി റെഡിയാക്കി വെച്ചോളും. പക്ഷെ കൺപീലിയോട് പറഞ്ഞു പരിധി വിട്ട് വളരണ്ട. ആര് വെച്ച നിയമമാ പറ? പ്രസവം എടുത്ത ഡോക്ടർ വെച്ച നിയമമാണോ? അല്ലെന്നോ, ദൈവം വെച്ച നിയമം. നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഈ വളരുന്ന കാലം വരെ നമ്മുടെ തലമുടിയും ഒക്കെ വളർന്നിറങ്ങുന്ന പോലെ കൺപീലിയും കൂടെ വളർന്നെങ്കിലോ? ഇന്ന് രാത്രി യോഗത്തിന് വരുന്ന ഒന്ന് ആലോചിച്ച് നോക്കേ. 2 കണ്ണിൻ്റെയും പീലി ചുരുട്ടി വെച്ച് മേളിൽ ഇവിടെ ഒരു ക്ലിപ്പ്, ഇപ്പുറത്തോ ചുരുട്ടി മേലിൽ വെച്ച് ഇവിടെ ഒരു ക്ലിപ്പ്, അതിലായിട്ട് ഷട്ടർ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന പോലെ ആരാടി ഈ പ്രസംഗിക്കുന്നതെന്നൊക്കെ ചോദിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകാത്തത് സ്വർഗത്തിലെ ദൈവം വെച്ച വ്യവസ്ഥയാ. കുഞ്ഞു കാര്യമേ പറഞ്ഞോളൂ. ഈ വേണ്ട, ദേ ഇവിടുന്ന് ഈ നെയ്യാറ്റിൻകര കരമന ബാലരാമപുരം ഹൈവേ, ഞാനൊരു ദിവസം അതിലൂടെ സഞ്ചരിച്ചപ്പോൾ കരമന കഴിഞ്ഞ് ബാലരാമപുരം വരെ നല്ല വികസിച്ച 6 വരി പാത നല്ല സെറ്റായി കിടക്കുക. നന്നായിട്ട് നമുക്ക് എങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ ഒരു സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഹൈവേ. എന്നിട്ട് നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല സിഗ്നൽ ലൈറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് അങ്ങനെ പാളീനാക്കി ഇട്ടിരിക്കുന്ന ഹൈവേ. അങ്ങനെ വിട്ടടിച്ചു പോകുമ്പോഴും 2 വണ്ടി അവിടെ കൂട്ടിയിടിച്ച് കിടക്കുന്നത് കണ്ടു. ഒന്ന് ചിന്തിച്ചേ, ഇത്രയും സംവിധാനങ്ങളും സിഗ്നൽ സംവിധാനങ്ങളും 6 വരിപ്പാത ഹൈവേയും റബ്ബർ ടാറിങ് ഒക്കെ ഉണ്ടായിട്ടും 2 എണ്ണം അവിടെ കൂട്ടിയിടിച്ചപ്പോൾ കണ്ണൊന്ന് ഉയർത്തി ആകാശമണ്ഡലത്തിലേക്ക് നോക്കിയേ. ആകാശമണ്ഡലങ്ങളിൽ, സൗരയൂഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ രാവും പകലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? അച്ഛാ ഉണ്ടോ? ഒരൊറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാന്നോ? അതിനെയൊക്കെ കൃത്യമായ നിലയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർവശക്തന്റെ കരം ഇതിന്റെ പിറകിൽ ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആലഞ്ചോലയോട് വിളിച്ചു പറയാം, ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ സാരിക്കകത്ത് കുത്തിയിരിക്കുന്ന ഒരു സേഫ്റ്റി പിന്ന് പോലും തന്നെ ഉണ്ടാകത്തില്ലെന്ന്. അതുണ്ടാക്കാൻ അതിൻ്റെ പുറകിലൊരു കരം വേണം. ഒരു മൊട്ടുസൂചി ഇവിടെ തന്നെ ഉണ്ടാവുമോ? സ്വയം ഭൂ ആവോ? ഉണ്ടെന്നില്ലാരും. മനോഹരമായൊരു സൗണ്ട് സിസ്റ്റം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൗണ്ടിൻ്റെ നിയന്ത്രിക്കുന്ന ആൾ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇത്രയും നല്ല പെട്ടി സൗണ്ട് സിസ്റ്റം ഒക്കെ എവിടെ നിന്ന് കിട്ടി സഹോദര? പുള്ളി ഉടനെ പറയുക, അയ്യോ അതൊരു ഭയങ്കര സംഭവമാണ്. എന്താ സംഭവം? ഒരു ദിവസം രാവിലെ ഞാൻ പല്ല് തേക്കാൻ ടൂത്ത് ബ്രഷും പേസ്റ്റും എടുത്ത് പല്ലും തേച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ സിറ്റ് ഔട്ടിലിരിക്കുകയാണ് സൗണ്ട് സിസ്റ്റം. അതെങ്ങനെ? സ്വയം ഭൂവായി. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് ഈ സൗണ്ട് സിസ്റ്റം തന്നെ വന്നെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചെങ്കിൽ
ഈ അണ്ടകടാകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദിവസം തന്നെ അങ്ങോട്ട് പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവന് മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഒരു സൃഷ്ടാവിൻ്റെ കരം ഇതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് സകല മനുഷ്യരോടും ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയാം, ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാം ഘട്ടം. കേട്ടോ, ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി. സംഗതി കൊള്ളാലോ, സംഭവം കൊള്ളാം, മനോഹരം. ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി. ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി ഒക്കത്തെയും സൃഷ്ടിച്ചനന്തരം ദൈവം പറയുകയാണ്, കേട്ടോ, അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാം. കേൾക്കണം, ഇനി ഗൗരവമായി കേൾക്കണം. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കന്നുകാലി ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞേ, അല്ലേ? ഈ ഇടജാതി ഉണ്ടാകട്ടെ, പറവജാതി പറക്കട്ടെ എന്ന് കൽപ്പിച്ചു, ജലത്തിൽ മത്സ്യങ്ങൾ പെറ്റുപെരുകട്ടെ കൽപ്പിച്ചു. പക്ഷേ കേട്ടെ, ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചില്ല. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ഈ സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും മീതെ മനുഷ്യന് മാത്രം ഒരു ബോണസ് കൊടുത്തു ദൈവം. കേട്ടോണം, മനുഷ്യനെന്ന പേരുള്ള സകല ഇരുകാലികളും കേട്ടോണം. ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടും ഈ ചരാചരങ്ങൾക്ക്, ഇടജാലങ്ങൾക്കും, മൃഗജാലങ്ങൾക്കും, പറവജാതികൾക്കും ഒന്നും കിട്ടാത്ത ഒരു എക്സ്ട്രാ ബോണസ്, ഒരു ലോട്ടറി ഈ മനുഷ്യന്മാരായി എനിക്കും നിങ്ങൾക്കും തന്നു. എന്താണെന്നറിയാമോ? വിലപ്പെട്ട ആത്മാവ്. അത് വേറെ ഒന്നിനും കൊടുത്തിട്ടില്ല. ആലഞ്ചോലക്കാർ പറ, നിങ്ങളുടെ നാട്ടിലെ മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? മിണ്ടുന്നില്ല. ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വന്ന് നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി ചത്തുപോയി, അടുത്ത ആഴ്ച 16 ഇടിയന്തരമാണ്, ഇഡലി തിന്നാൻ പറഞ്ഞൊന്ന് വിളിക്കാറുണ്ടോ? നായ്ക്കുട്ടി ചത്താ വിളിക്കാറുണ്ടോ? ഇല്ല. ഇവിടെ ക്രിസ്ത്യാനികളായ സഹോദരങ്ങളുണ്ട്, അവർ വിളിക്കാറുണ്ടോ? മറിയാമ്മേ, ഞങ്ങളുടെ പശു അങ്ങ് ചത്തുപോയി, പാട്ട് കുർബാനയാണ്, അച്ഛനൊക്കെ വരും, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിം സഹോദരങ്ങൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ മയ്യത്തായി, ചെമ്പ് പൊട്ടിച്ചും ബിരിയാണി അടിക്കാൻ 11-ൻ്റെ അന്ന് വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. ഒരു മൃഗം ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് അത് മൂടി അവിടുത്തെ വിഷയം തീർന്നു. പക്ഷേ മനുഷ്യൻ മരിച്ചാലോ? ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട കുർബാന, കത്തം, ഇതെല്ലാം നടത്തുന്നതിൻ്റെ കാരണം മരിച്ചുപോയവന് ഒരാത്മാവുണ്ടെന്നും ആ ആത്മാവിന് മോക്ഷം ലഭിക്കണമെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ തലയ്ക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഈ ശേഷക്രിയ കർമ്മങ്ങളെല്ലാം ഇവിടെ നടത്തുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ മേൽ വിലപ്പെട്ടൊരാത്മാവുണ്ട്. ഉണ്ടോ? ഓ, നിങ്ങൾ തണുത്തിരിക്കുവാന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ട്. ഇനി വേണമെങ്കിൽ ഒരു തെളിവും കൂടെ തരാം. ഈ കളിയിൽ ആലഞ്ചോലയിൽ ഇങ്ങനൊരു കൺവെൻഷൻ നടക്കുന്നു എന്ന കാര്യം ഈ കസേരയിൽ ഇരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ? പറ. അല്ല. കളിയൽ ജംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ട് പോസ്റ്ററും നോട്ടീസും ഫ്ലെക്സും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. വഴിയെ നടന്നുപോയ പട്ടി തലപൊക്ക് നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം. പട്ടിക്ക് തന്നെ, പട്ടി അതിൻ്റെ പാട്ടിന് പോയി. കാക്ക പറന്ന് വന്ന് ഫ്ലെക്സിലിരുന്ന് നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം. കാക്ക അതിൻ്റെ പാട്ടിന് പോയി, അല്ലേ? വഴിയെ പോയ പശു തലപൊക്കി നോക്കി, ആട് കണ്ടു. എരുമ നോക്കിയപ്പോൾ ഒരു ഫ്ലെക്സ് കെട്ടി വെച്ചേക്കും, സുവിശേഷ യോഗം. എരുമയ്ക്ക് തന്നെ ചില എരുമയാണെ അത് കടിച്ചങ്ങ് കീറി. ചില എരുമകൾ അങ്ങനെ കീറും. അപ്പം അതിനോട് പറയാൻ പറ്റുമോ എരുമ ഞങ്ങളുടെ യോഗമാണ് എരുമയെ കീറൽ? അറിയത്തില്ല. ചില എരുമകൾ അങ്ങനെ. എന്നാൽ 6 മണിക്ക് ഇവിടെ കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ ഇവിടെ വന്ന് കസേര വന്നിരുന്നോ? പറ. നമ്മൾ ഈ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള തെങ്ങിൻ്റെ മുകളിലൊക്കെ കൂട് കൂട്ടി വെച്ചിരിക്കുന്ന കാക്കകളും ഇത് കേട്ടോണ്ടായിരിക്കുന്നത്. എന്നാൽ നല്ല പാട്ടടി, കേട്ടിട്ട് വരാടി എന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ പറന്ന് വന്ന് ഇവിടെ വന്ന് കസേര വന്നിരുന്നോ? പറ. ഇല്ലെന്ന്. കാര്യം എന്താ? ദേഹമുണ്ട്, ദേഹിയുണ്ട്, എന്തില്ല? ആത്മാവില്ല. ആത്മാവില്ല. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, ആത്മാവുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ മനുഷ്യന്മാരിത് വഴിയിൽ കൂടെ പോയവൻ ചിലപ്പോൾ ഒന്ന് നിർത്തി ഇങ്ങനെ എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തി കേൾക്കുന്നതിൻ്റെ കാരണം അവൻ്റെ അകത്ത് ചിന്തിക്കുന്ന ഒരുത്തനുണ്ട്. അകത്ത മനുഷ്യൻ, വിലപ്പെട്ട ആത്മാവ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. പോരാ,
അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം പറയട്ടെ ആലഞ്ചോലക്കാരെ, ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ദൈവം മനുഷ്യനെ ഹിന്ദുവായി സൃഷ്ടിച്ചൊന്നുമില്ല, ക്രിസ്ത്യാനികളായി സൃഷ്ടിച്ചൊന്നുമില്ല, മുസൽമാനായി സൃഷ്ടിച്ചൊന്നുമില്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് എഴുതിയായിരുന്നെങ്കിൽ ഞാൻ ഈ പുസ്തകം തൊടത്തില്ല. കാരണം ഇവിടെ മതം കൊണ്ട് ഇടങ്ങേറായി കിടക്കുക, ജീവിക്കാൻ മേല. കുറേ മതവാദികൾ കിടന്നങ്ങ് അടിക്കുകയല്ലേ, തമ്മിലടിക്കുകയല്ലേ, എന്ത് ചെയ്യാനൊക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് ഇതിനകത്ത് എഴുതിയിരുന്നതെങ്കിൽ ഞാൻ ബൈബിൾ എടുക്കത്തില്ല. കാരണം എനിക്ക് നല്ലൊരു മതം ഉണ്ടല്ലോ, വളർന്നപ്പോൾ തന്നെ ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് നല്ലൊരു മതമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ അത് വിട്ടേച്ച് വേറൊരു മതത്തിൽ വരേണ്ട കാര്യം എന്താ എനിക്ക്? അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയതിൻ്റെ കാരണം ഇതിനകത്ത് പറയുന്നു ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇന്ന് രാത്രി ആലഞ്ചോലക്കാരോട് പറയാം, ഒരു സൃഷ്ടാവായ ദൈവം ഉയരത്തിലിരുന്ന് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ആകെ കൂടെ ദൈവം കാണുന്ന രണ്ട് ജാതിയേ ഉള്ളൂ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള സകല നാശകോടാലി ആരുണ്ടാക്കിയതാ? ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച് അടങ്ങേറാ. മനസ്സിലായോ? എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ, ചിന്തിച്ച് നോക്കണം. എല്ലാം മനുഷ്യരല്ലേ? അങ്ങനെ കണ്ടാൽ പോരെ? ചുമ്മാ ജാതിയുടെ മതത്തിൻ്റെ ഒക്കെ പേരിൽ നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങളാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം, സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ ജാതിയും മതവും വേർതിരിച്ച് സ്നേഹിക്കുന്നവനല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചവൻ. എത്ര മനോഹരം! ഞാൻ വീണ്ടും വായിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ഞാനൊരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ കണ്ടു ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ഓ, ചെറുക്കൻ്റെ പേര് പറ. സൂര്യയോ? ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര് ഹൗവ അല്ലേ? കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏദൻ തോട്ടം. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ്റ്ററൊന്നും അല്ല, പിന്നെ ആരാ? ഈ സൃഷ്ടാവായ ദൈവം. കേട്ടോണം, ദൈവം സാക്ഷിയായിട്ട് ആദ്യത്തെ കല്യാണം. കണ്ടോണം, എത്ര മനോഹരം! ഇനിയിപ്പോൾ ഈ ശബ്ദപരിധി കേൾക്കുന്ന ആലഞ്ചോലക്കാർ പറയാം, ഓ, കൊല്ലത്തുനിന്ന് ഒരു ഷമീർ കൊല്ലം കഴിഞ്ഞ ദിവസം ഇവിടെ കൺവെൻഷന് വന്നു. പുള്ളി പറഞ്ഞു ലോകത്തിൽ ആദ്യത്തെ കല്യാണം നടത്തിയത് അവരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവം. ആദ്യത്തെ കല്യാണം, ചെറുക്കൻ ആദം, പെണ്ണിൻ്റെ പേര് ഔവ. ഓ, പിന്നെ അതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം നടത്തിയായിരുന്നു ഒരു കല്യാണം. എന്നാൽ പിന്നെ ആ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പേര് ഇവിടെ കയറി വന്ന് മൈക്കിലൂടെ പറഞ്ഞേച്ച് പോയാൽ മതി. നമുക്ക് പഠിക്കണ്ടേ? പിന്നല്ലാതെ മനുഷ്യനായി പറന്ന സകല ആളുകളോടും ഉലകത്തിൽ ആദിമ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുള്ള 2 പേരേ ഉള്ളൂ, ഒന്ന് ആദമും ഒന്ന് ഹൗവായും. അത് ഈ ലോകത്തോട് ആദ്യം പറഞ്ഞ പുസ്തകം വിശുദ്ധ ബൈബിളാണ്. അതിനുശേഷം 610 വർഷങ്ങൾ കഴിഞ്ഞാണ് ഖുർആൻ അത് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഷമീർ ഇതെടുത്തത്. ഇനിയിപ്പോൾ ഇതിന് 6 മാസം മുമ്പേ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാത്രി 9:30 വരെ സമയമുണ്ട്, ഒരു ഫോട്ടോ സ്റ്റാറ്റ് ആയാലും മതി. നമുക്ക് ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും പേരറിയണമല്ലോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയ വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളല്ലേ? സിമ്പിൾ. അപ്പോൾ ആദ്യത്തെ കല്യാണം മനോഹരം. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനെ നടന്നതെന്നും കൂടെ ഒന്ന് പറ ഉപദേശിക്കുന്ന ചിലരുടെ ചിന്ത. പറയാം. ഈ ആദമെന്ന് പറയുന്ന ചെറുക്കൻ ഏതന് തോട്ടത്തിൽ നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി പൊട്ടിച്ച് അവ്വായുടെ കഴുത്തേലോട്ടിട്ടൊരു മുറുക്കി. അപ്പം മുറുക്കിയ സമയത്ത് ദൈവം അപ്പുറത്തോട്ട് മാറി നിന്ന് 5-6 കൂവലൊക്കെ അങ്ങനെ വല്ലതും മുറുക്കിയോ? പറ. മിണ്ടുന്നില്ല ഇവർ. അങ്ങനെ വല്ലതും മുറുക്കിയോ? അങ്ങനെയൊന്നും മുറുക്കിയില്ല. അതാ ഈ പെന്തിക്കോസുകാർ മുറുക്കാത്ത. ഇനി ആരും ചോദിക്കരുത്. ചില ആളുകൾ ചോദിക്കും, കറുത്ത ചരട് പോലും ഇല്ലയോടി? ഇല്ല, സോറി, ഇല്ല, അങ്ങനെയൊന്നും മുറുക്കിയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ ആരാ പാസ്റ്റർ ഈ മുറുക്കൊക്കെ കണ്ടുപിടിച്ച്? അത് ഈ ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ച ഇടങ്ങേറ. അതെന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചേച്ച് അടുത്ത മുറുക്കാൻ. ഞാൻ കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടോ, സംഗതി എന്താണെന്ന് പറഞ്ഞു തരാം, അപ്പം മനസ്സിലാവും. അപ്പം ഈ മനുഷ്യനെന്ന് പറയുന്ന ഇരുകാലിക്ക് ഓടി കിടന്ന് മുറുക്കണം. അതിനുവേണ്ടി യവൻ കണ്ടുപിടിച്ച സൂത്രമാണ് എന്ത്? മുറുക്ക്. അതിൻ്റെ കാരണം പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം യോജിപ്പിച്ചത് എന്തെങ്കിലും ഒരു വസ്തുവക എടുത്ത് ബന്ധിപ്പിച്ചല്ല,
പിന്നെന്താ? ഒരു ഉടമ്പടിയിലൂടെ യോജിപ്പിച്ചു. ഉടമ്പടിക്ക് വിലയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാടിൻ്റെ പ്രധാനമന്ത്രി വിജയ് സാറ് ഒരു ഉടമ്പടി ചെയ്താണ് അദ്ദേഹം സ്റ്റേറ്റിൻ്റെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താണ് പ്രവേശിച്ചത്. ആ ഉടമ്പടിക്ക് വിലയുണ്ട്. ഇതുപോലെ ദൈവം സാക്ഷിയായി ഈ ചെറുക്കൻ ആദം പെണ്ണിനോടൊരു ഉടമ്പടി ചെയ്യുക. എന്താണെന്നറിയാമോ? കേട്ടെ, ദാ ദൈവം സാക്ഷി, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും, ദൈവം സാക്ഷി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ആ ഉടമ്പടിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ മർമ്മമുണ്ട്. എന്താണെന്നറിയോ? ഇത് എൻ്റെ അസ്ഥി, ഇത് എൻ്റെ മാംസം, ദൈവം സാക്ഷി എന്ന് പറഞ്ഞാൽ അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിക്കാൻ സാധ്യമല്ല. മനസ്സിലായോ? എന്നാ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, എന്നെ ശ്രദ്ധിച്ച്. ഉദാഹരണം, ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥി ഉണ്ട്, മാംസം ഒട്ടുമില്ലെങ്കിലോ പിള്ളേരെന്നെ എടുത്ത് ലാബിൽ കൊണ്ടുപോയി തൂക്കിയിടും പഠിക്കാൻ. അങ്ങനെ ആണോ? ഇനി മാംസമുണ്ട്, അസ്ഥിയില്ല, ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവോ? നിങ്ങൾ കസേരയിൽ ഇങ്ങനെ ഇരിക്കുവോ? ഇല്ല, മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പം അസ്ഥിയും മാംസവും ഉണ്ടെങ്കിലല്ലേ ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിവർന്നു നിൽക്കൂ. ശരിയാണോ? ശരിയാ. അപ്പോൾ തന്നെ ഷമീർ കൊല്ലത്തിൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം വരുമോ? വരുന്നില്ലേ? വരും. എന്നാത് പറ, എന്നാത്? മരിച്ചു പോകുമ്പം അല്ലേ? ഷമീർ കൊല്ലം മരിച്ചു, പെട്ടിക്കകത്താക്കി, പെട്ടി കൊണ്ടുവന്ന് വെച്ചു, പന്തലൊക്കെ ഇട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്നുകൂടി ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും വിഷമിച്ചിരിക്കുന്നു, ഉപദേശിമാരിങ്ങനെ പുറകെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നു. പിന്നെ ഇവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, ഷമീർ കൊല്ലം ഈ കാലഘട്ടത്തിൻ്റെ ശക്തനായ സുവിശേഷകനാന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ കുറിച്ച് പറയും. ഞാൻ പെട്ടിക്കകത്ത് കിടക്കും. അവസാനം പൊക്കിയെടുത്ത് കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി വെച്ച് മണ്ണൊക്കെ വാരിയിട്ട് കല്ലറ അടച്ച് നിങ്ങൾ ഉഴുന്നുവടയും പഴവും ഒക്കെ കഴിച്ച് നിങ്ങൾ തിരിച്ചു പോകും. തിരിച്ചു പോയി ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് മരണമെന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അങ്ങനെങ്കിൽ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹത്തിൻ്റെ പ്രത്യേകത, അത് മരണത്താലല്ലാതെ വേർപിരിക്കാൻ പാടില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ രണ്ടിലൊരാൾ മരിക്കുന്നത് വരെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത വിവാഹമാണ് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹം. മനസ്സിലായോ? അല്ലാതെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ അടിച്ച് കളയടി അവനെ. പറ്റത്തില്ല. മരണത്താൽ അല്ലാതെ വേർപെടുത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? അതാണ് ദൈവം സ്ഥാപിച്ച വിവാഹം. അപ്പൊ ഇത് മനുഷ്യന്റെ തലച്ചോറിൻ്റെ അകത്ത് കയറിയപ്പോൾ അവൻ്റെ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്ത, ചാകുന്നത് വരെ ഇതിനെയൊക്കെ ചുമക്കണമല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് കണ്ടുപിടിച്ച ബുദ്ധിയാണ് മുറുക്ക്. മനസ്സിലായോ? കാരണം മുറുക്കിയാൽ ഇവന് ദേഷ്യം വരുമ്പം ഇത് വലിച്ചങ്ങ് പൊട്ടിച്ചു പറയാം, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റ പൊട്ടിക്ക് അതോടെ ഇവൻ ഫ്രീ ആയി. അപ്പം ഇവന് നൈസായിട്ട് അടുത്ത മുറുക്കാം. അങ്ങനെ മുറുക്കാൻ വേണ്ടി ഇവൻ കണ്ടുപിടിച്ച ഏർപ്പാടാണ് എന്ത്? മുറുക്ക്. അതുകൊണ്ട് ഒരു കറുത്ത ചരടിൻ്റെ വില പോലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കാൻ കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ കരത്താൽ യോജിപ്പിക്കപ്പെട്ട കുടുംബജീവിതം മരണം കൊണ്ടല്ലാതെ ആരും ഒരു കുടുംബത്തെയും പിരിക്കരുത്. കുടുംബജീവിതം ദൈവത്തിന് വിലയുള്ളതാണ്, അതാരും പിരിക്കരുത്. ഇതാണ് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് കുഞ്ഞുകളിയൊന്നുമല്ല. കുടുംബജീവിതത്തിലോട്ട് കയറാൻ നിൽക്കുന്നവരും ഇതൊക്കെ കേട്ടോണം. ഇന്ന് അനേക കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടെ ആയതുകൊണ്ട് ഈ പരിസരത്ത് ആലഞ്ചോലക്കാരോട് ഒരു വാക്ക് സ്നേഹം ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു ഒറ്റ വരി പറയാം കേട്ടോ. ഇന്ന് അനേക കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് രഹസ്യമാണ്. രഹസ്യം.
കുടുംബജീവിതത്തിൽ രഹസ്യമില്ലയോ, കുടുംബം സ്വർഗമാണ്. രഹസ്യം, ഭർത്താവ് അറിയാത്ത രഹസ്യം ഭാര്യയ്ക്കോ ഭാര്യ അറിയാത്ത രഹസ്യം ഭർത്താവിനോ ഇല്ലെങ്കിൽ ആ കുടുംബജീവിതം സ്വർഗമാണ്. ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരുന്നത് രഹസ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ഭർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ് ഗോദ്രേജിൻ്റെ പൂട്ടിട്ട് പൂട്ടി വെച്ചേക്കുക. ഇതിൻ്റെ ലോക്ക് എന്തുവാന്ന് കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ. രഹസ്യം. മനസ്സിലായോ? ഇനിയിപ്പോൾ ഭാര്യയുടെ മൊബൈൽ എങ്ങാണോ ഒന്ന് ലോക്ക് ഇട്ട് വെച്ച് അന്ന് ഇല്ലാത്ത അടി മൊത്തം അവിടെ ഞാനൊക്കെ പോയല്ലോ. കണ്ടിട്ടില്ലേ, ചില ചേട്ടന്മാർ ഫോൺ വന്ന് ഹലോ എന്ന് വിളിക്കും, പിന്നെ ചേട്ടനെ കാണുന്നില്ല. ചേച്ചി വന്ന് നോക്കുമ്പം അപ്പുറത്തെ മതിലിൻ്റെ ഇടയിൽ പമ്പി നിൽക്കുന്നു. ഹലോ, ആരാ ചേട്ടാ വിളിച്ചത്? ഓ, ഐഡിയക്കാരായിരുന്നു. അത് പുള്ളിയുടെ ഐഡിയ. മനസ്സിലായോ? കുടുംബ ബന്ധങ്ങൾ എപ്പോഴും തകരുന്നത് രഹസ്യത്തിലൂടെയാണ്. ഓക്കെ, ഭാര്യയുടെ മൊബൈൽ ദേ കിടക്കുന്നു, ഭർത്താവിൻ്റെ മൊബൈൽ ദേ കിടക്കുന്നു. ആരെങ്കിലും വിളിക്കും, ഭാര്യ വന്ന് എടുക്കുന്നു, ഭർത്താവിൻ്റെ മൊബൈലിൽ ഫോൺ വരുന്നു, ഭാര്യ എടുക്കുന്നു. ആരാന്ന് ചോദിക്കുന്നു, ആ ചേട്ടൻ ഇവിടെ ഉണ്ട്, കുളിക്കുക. ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. വിഷയം കഴിഞ്ഞു. ഭാര്യയുടെ ഫോണിൽ കോൾ വരുന്നു, ഭർത്താവ് എടുക്കുന്നു. നിങ്ങൾ ആരാ? ആ, ഭാര്യ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരാ? ഇന്നാളാ. ആ, വിഷയം കഴിഞ്ഞു. വിഷയമില്ല. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. 99% കുടുംബ ബന്ധങ്ങളും തകർന്നു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രഹസ്യ കളിയാണ്. പോട്ടെ, രഹസ്യം, ആ രഹസ്യം അങ്ങ് വിട്ടാരെ പോട്ടെ. അപ്പൊ രഹസ്യമില്ലാതിരുന്നാൽ കുടുംബം സന്തോഷമായിട്ട് പോകും. അപ്പോ ദൈവം ഇവരെ യോജിപ്പിച്ചത് ഒരു ഉടമ്പടിയിലൂടെയാണ്. ഇവരെ ദൈവം യോജിപ്പിച്ചു. ഇവർ സന്തോഷത്തോടെ ആ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഏദൻ പൂങ്കാവനത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന മനുഷ്യന്റെ ഒന്നാം ഘട്ടം. ശ്രദ്ധിച്ച് കേട്ടോണം. ആമേൻ. വേറെ ഒരുവിധ പ്രശ്നങ്ങളുമില്ല. ആകെക്കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം, ആകെക്കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിലും അടിയില്ല, കാരണം വേറെ ഇല്ല. അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന ഒന്നാം ഘട്ടം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ ഇത്രയും പ്രസംഗിച്ച് കേട്ടിട്ട് ആലഞ്ചോലെ കേട്ടവർക്ക് ആർക്കെങ്കിലും വല്ല ദോഷവും തോന്നിയോ? എന്തെങ്കിലും ദോഷം തോന്നിയോ? ഇത്രയേ ഉള്ളൂ ബൈബിളിൻ്റെ പഠിപ്പിക്കൽ. അല്ലാതെ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാനുള്ളതൊന്നും ഇതിനകത്തില്ല. പിന്നെ എന്താ പ്രധാനപ്പെട്ട വിഷയം? കാതലായ 2ാം ഘട്ടത്തിലേക്ക്. ശ്രദ്ധിച്ചോ, പ്രധാനപ്പെട്ട 2ാം ഘട്ടത്തിലേക്ക് വരിക. 2ാം ഘട്ടം. ഈ സൃഷ്ടാവായ ദൈവം ഈ സൃഷ്ടിച്ച മനുഷ്യന് ഒരു പദവി ഉണ്ടായിരുന്നു. അത് മനുഷ്യന്മാരെല്ലാം മനസ്സിലാക്കിക്കോണം. എന്താണ് ആ പദവി? ഒന്ന് വായിച്ചു കൊടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യന്റെ പദവി എന്തായിരുന്നു എന്ന് കാണാം. വായിച്ചോ. 3:38. കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോസ് ശേത്തിന്റെ മകൻ. മൈക്കിൽ കൂടെ വായിച്ചാട്ടെ ദൈവാസനെ. കൈനാൻ ഏനോഷിന്റെ മകൻ, കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോസ് ശേത്തിന്റെ മകൻ, ഏനോസ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. കേട്ടോ, ആലഞ്ചോലക്കാരെല്ലാം കേട്ടോ. ഈ മനുഷ്യനെന്ന് പറഞ്ഞ പുള്ളി കുറഞ്ഞ കക്ഷിയല്ല. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവന് ലഭിച്ച പദവി എന്താ? ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകൻ എന്ന പദവിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ ദിവസേന ദൈവത്തോടൊപ്പം വസിക്കാം, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാം, ദൈവവുമായി ഒന്നിച്ചുള്ള ഒരു പറുദീസയിലെ ജീവിതമാണ് ആദിമകാലത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ലഭിച്ച ലോട്ടറി. മകൻ. ദൈവത്തോടൊപ്പം വസിക്കാനുള്ള പുത്രത്വം എന്ന പദവിയിലാണ് ഈ ഉലകത്തിലെ മനുഷ്യനെന്ന് പറയുന്ന ജീവി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. മനസ്സിലായോ? കുറഞ്ഞ കക്ഷിയൊന്നുമല്ല. ഇവിടെ ഓരോ മനുഷ്യൻ്റെയും 70-80 വയസ്സുവരെയുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയണ്ടേ? അറിയണം. അതാണ് ഓരോ മനുഷ്യനും അറിയേണ്ടത്. എന്തിനാ ഞാനിവിടെ പിറന്നത്? കുറച്ചു കാലം ഇവിടെ ജീവിക്കണം, അത്യാവശ്യം തിന്ന് കുടിച്ച് ആനന്ദിച്ച് അടിച്ചു പൊളിച്ച് എപ്പോഴെങ്കിലും ഒരു ദിവസം ചാകും, ചത്തങ്ങ് പോകണം. അല്ലല്ലല്ല.
ഈ ഭൂമിയിൽ 70-80 വയസ്സ് വരെ നിന്നെയും എന്നെയും നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് കേട്ടിട്ട് പോണം. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനൊരു പദവി, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദാം ദൈവത്തിൻ്റെ മകൻ. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു വില്ലനെ കണ്ടു. ആരാണ് ആ വില്ലൻ? പല ആളുകളും പല പേരിലാണ് വിളിക്കുന്നത്. പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ, ഇങ്ങനെ പല പേരിൽ വിളിക്കുന്നവൻ ഒരാളാ സാത്താൻ. എന്ന് പറഞ്ഞാൽ എന്താ? 2026 കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ആലഞ്ചോലയിൽ എന്നെ കേൾക്കുന്ന വിദ്യാഭ്യാസമുള്ള കുട്ടികളുള്ള നാടാണ്. ഡിഗ്രിയുള്ള കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശി പ്രസംഗിക്കുന്നു, പിശാചുണ്ട് പോലും. പിശാച്, ഇതൊക്കെ ശരിയാണോ ഉപദേശി? കാലം മാറി, കണ്ടുപിടുത്തങ്ങളൊക്കെ മാറി ഉപദേശി. ഇന്നും പിശാചുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി എൻ്റെ മറുപടി പറയാം. കൂട്ടുകാരാ, 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റമ്മയുടെ കഴുത്ത് അറുത്തു മാറ്റുവാൻ ഒരു 14 വയസ്സുള്ള സ്വന്തം മകൻ തയ്യാറായതിൻ്റെ കാരണം അവനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഒരു ഈശ്വരൻ്റെ ആത്മാവാണെന്ന് താങ്കൾക്ക് പറയാമോ? 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റമ്മയുടെ കഴുത്തറുത്തു മാറ്റി 14-കാരൻ. നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊന്നുകളഞ്ഞ അമ്മ. ചങ്കാണെന്ന് പറഞ്ഞു നടന്ന 2 കൂട്ടുകാര് ബിവറേജിൽ നിന്നൊരു കുപ്പിയെടുത്ത് പൊട്ടിച്ചടിച്ചു. കുപ്പി പൊട്ടിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ കൊന്നുകളഞ്ഞു. കാമുകിയോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി കഷ്ണമാക്കി ബാഗിലാക്കി വെച്ചു ഭർത്താവ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെയും പിറകിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന, സകല അധർമ്മത്തിലേക്ക് നയിക്കുന്ന, സകല തിക്താനുഭവങ്ങളിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വില്ലൻ അവനാണ് ഇരുട്ടിന്റെ ആത്മാവ്, പിശാച്. ശ്രദ്ധിച്ചോണം. പിശാചെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും പാസ്റ്ററെ? ചിലരുടെ ചിന്ത, പണ്ട് ടി വിയിലൊരു പരസ്യം വരുമായിരുന്നു, ഒനിഡ TV. ഒരു മൊട്ടത്തലയൻ കൊമ്പും വെച്ച് കണ്ണും തള്ളി പല്ലും തള്ളി വെച്ച് ഇങ്ങനെ വരുന്ന ഒരു വികൃത രൂപം. ചില ആളുകളുടെ ചിന്ത പിശാചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതാണ്ട് രൂപമുള്ള ഒരുത്തനാണെന്നാ. അയ്യോ, അല്ല കേട്ടോ. പിശാചെന്ന് പറഞ്ഞാൽ ഒരു മാനുഷിക ശരീരമുള്ളവനല്ല. ഒരു ദിവസം രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ ഗുഡ് മോർണിംഗ്, ഞാനാ പിശാച, ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് എന്ന് പറയുന്ന ഒരുത്തനല്ല. അവനൊരാത്മാവാണ്. ഏത്? ഈവിൾ സ്പിരിറ്റ്, ഇരുട്ടിൻ്റെ ആത്മാവ്. ഈ ഇരുട്ടിൻ്റെ ആത്മാവായ ഈ പിശാച് പല ശരീരങ്ങളെ ഉപയോഗിക്കും. പാസ്റ്റർജി, ആരുടെയൊക്കെ ശരീരത്തെയാ ഈ പിശാച് ഉപയോഗിക്കാൻ സാധ്യത? ബൈബിൾ പഠിച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തെയും ഇവൻ ഉപയോഗിക്കാം, മൃഗത്തിൻ്റെ ശരീരത്തെയും ഇവൻ ഉപയോഗിക്കാം. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. ഗദരദേശമെന്ന് പറഞ്ഞ ദേശത്ത് ഒരു മനുഷ്യൻ്റെ മേൽ ഇവൻ പ്രവേശിച്ചു. യേശുക്രിസ്തു വന്ന് ശാസിച്ചപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഇവൻ എങ്ങോട്ട് പോയി? പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ബൈബിളിൽ കാണുന്നത്. അർത്ഥാൽ മനുഷ്യൻ്റെ ശരീരമായാലും മൃഗത്തിൻ്റെ ശരീരമായാലും അത് യൂസ് ചെയ്യുന്ന ഒരാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, അവനാണ് പിശാച്. വേറെ ചില ആളുകളുടെ ചിന്ത, പിശാചെന്ന് പറഞ്ഞാൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഉടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുവരെ വന്ന് നിൽക്കുന്നതാണ് പിശാചെന്നാണ് ചിലരുടെ ചിന്ത. മരിച്ചു കഴിഞ്ഞേച്ച് വെള്ള സാരിയും ബ്ലൗസും ഉടുത്ത് പാട്ടും പാടി പുകയൊക്കെ പുകച്ചിങ്ങനെ വരുന്നതാണ് പിശാചെന്നാണ് ചിലരുടെ ചിന്ത. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആലഞ്ചോലക്കാരൊരു കാര്യം മനസ്സിലാക്കണം. മരിച്ചുപോയ ആരുടെയും ആത്മാക്കൾ ആർക്കും ഒരു ദോഷവും ചെയ്യാൻ വരികയില്ല. ഇത് മനസ്സിലാക്കിക്കോണം.
മരിച്ചുപോയ ആരുടെ ആത്മാക്കൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാൻ മരിച്ചവരുടെ ആത്മാക്കൾ വരികയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് ആലഞ്ചോലക്കാരോട് ഞാനൊരു സന്തോഷ വാർത്ത പറയാം. ഇവിടെ അടുത്തെവിടെങ്കിലും ഏതെങ്കിലും വീട്, ആരെങ്കിലും തൂങ്ങിച്ചത്ത വീട് ആരും എടുക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉപദേശിമാരെ സമീപിക്കുക. ചുളു വിലയ്ക്ക് കിട്ടിയാൽ ഞങ്ങളെപ്പോൾ അടിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി. അപ്പുറത്തൊരു വീട് കൊടുക്കാനുണ്ട്, കല്ലറയുള്ള വീട് ആരും എടുക്കുന്നില്ലെങ്കിൽ അപ്പോഴേ പെന്തക്കോസിൽ ഉപദേശിമാരെ പിടിച്ചോ, വില കുറച്ച് കൊടുക്കണം, ചുളു വിലയ്ക്ക് കിട്ടിയാൽ ഞങ്ങൾ അടിച്ചെടുക്കും. ഇനി 10 പേര് ചത്ത വീടാണെങ്കിലും ഞങ്ങൾക്കൊരു വിഷയവും ഇല്ല, അവിടെ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം, ഒരു വിഷയവുമില്ല. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കാൻ വരത്തില്ലെന്ന് എൻ്റെ കേൾക്കുന്ന കേൾവിക്കാരായ മാന്യ സഹോദരങ്ങൾ തിരിച്ചറിയണം. പിന്നെ ഇത് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും. ദൈവം എന്നാ തുണിക്കച്ചവടം നടത്തുവാണോ വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്ത് ഇങ്ങോട്ട് വിടാൻ? അല്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഈ ചത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങളെ വിടാത്ത ഇല്ലേ? ആണുങ്ങൾ ചാകുന്നില്ലേ? തൂങ്ങിച്ചാകുന്നു, ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, എത്ര എണ്ണം ചാകുന്നു. വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാന്ന് നിങ്ങൾ പ്രതിഷേധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച ഇടങ്ങേറ. ഈ സീരിയലുകാരുണ്ടാക്കി വെച്ചൊരു മേന ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് കേട്ടെ. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം ജില്ലയിലാണ് ഈ കടപ്പുറ തീരദേശം, നീണ്ടകര തുറമുഖം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാടാണ്. അപ്പോൾ ഈ തീരദേശത്തൂടെ ഞങ്ങൾ ഉപദേശിമാർ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പം മീൻപിടുത്തക്കാരനായ ഒരു അച്ചായൻ അവിടെ വള്ളത്തെ ചാരി ഇങ്ങനെ നിപ്പുണ്ടേ. ഇപ്പം പുള്ളിക്കാരൻ ഈ ലുങ്കി ഉടുത്തിട്ടുണ്ട്, പേശ എന്ന് പറയും നമ്മൾ. ഇപ്പം ലുങ്കി ഉടുത്തിട്ടുണ്ട്, ഉടുപ്പിട്ടിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ വള്ളത്തെ ചാരി വായിലെന്തോ മുറുക്കാനോ പാക്കോ എന്തോ ഉണ്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ നിൽക്കുക വള്ളത്തെ ചാരി. അപ്പം നമ്മളിങ്ങനെ അടുത്തൂടെ ചെന്നിട്ട് ചോദിച്ചു, അച്ചായോ എന്നാ ഉണ്ട് വിശേഷം? ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു ഉപദേശി. വള്ളത്തിന് പണിക്ക് പോയില്ലേ, കടലിൽ പോയില്ലേ? ഓ ഇപ്പം പോയിട്ട് കാര്യമില്ല ഉപദേശി, മീനൊന്നും ഇങ്ങോട്ട് കയറാൻ വലിയ താല്പര്യമില്ലാത്ത പോലെ. അപ്പം നിങ്ങൾ ഉപദേശിമാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചായൻ വിഷമിക്കണ്ട, ഞങ്ങൾ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം കേരളത്തിൽ ഒരു ദുരന്തം വന്നാൽ ഉടനെ ഓടി വരുന്നത് ആരാ? ഈ കേരളത്തിൻ്റെ പട്ടാളമാണ്, സൈന്യമാണ്, ഈ മീൻപിടുത്തക്കാർ. അവരാ നമ്മുടെ ഒരു ബലം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ പട്ടാളമാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് കൂടുതലും സഞ്ചരിച്ചത് ആരുടെ കൂടെയാണ്? ഈ കടപ്പുറത്തുള്ള ഈ സാധാരണക്കാരായ ആളുകളുടെ കൂടെ. നിങ്ങളെ എത്ര സ്നേഹിക്കുന്നില്ലയോ കർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ചായന് വലിയ സന്തോഷമായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ അച്ചായൻ ഉടുപ്പിട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ അച്ചായൻ്റെ നെഞ്ചിൽ വലിയൊരു തടിയുടെ വലിയൊരു കുരിശിട്ടേക്കുന്ന കണ്ടു. അപ്പം ഞാനൊരു കൗതുകത്തിന് ചോദിച്ചു, അച്ചായോ ഇതെന്നാ അച്ചാ ഇത്രയും വലിയ കുരിശ് ഈ നെഞ്ചത്തിട്ടേക്കുന്നേ? അപ്പോൾ ഉടനെ അച്ചായൻ എന്നോട് പറയുക, നിങ്ങൾ ഉപദേശിമാർക്ക് ഇതൊന്നും അറിയത്തില്ലയോ? ഞാൻ ചോദിച്ചു, എന്നാ അച്ചായ? ഉപദേശി ഈ കുരിശ് കണ്ട പിശാചടുക്കുകയല്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ ഈ ബൈബിൾ തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ട പിശാച് ഓടുമെന്ന് പറയുന്ന വാക്യം ഏത് പുസ്തകത്തിലാണെന്നോ ഒന്ന് പറഞ്ഞു തരാമോ, എനിക്കൊന്ന് പരിശോധിക്കാനാന്ന് പറഞ്ഞു. ഉടനെ അച്ചായൻ എന്നോട് പറയുക, ബൈബിളിലല്ല ഉപദേശി, പിന്നെ സീരിയലിലാന്ന്. കുഴഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സീരിയലോ? അത് ഞാൻ കാണാറില്ല. എന്നാ അച്ഛാ അങ്ങനെ? അപ്പോൾ പുള്ളി പറയുക, ഈ സീരിയലിനകത്ത് ഈ പിശാച് ഇങ്ങനെ വെള്ള സാരിയും ബ്ലൗസും ഒക്കെ ഉടുത്ത് ഇങ്ങനെ പാട്ടും പാടിയൊക്കെ വരുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട പുരോഹിതന്മാർ ഇങ്ങനെ ഇതെടുത്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രകാശം ഇങ്ങനെ അങ്ങോട്ട് അടിച്ചിട്ട് അതിങ്ങനെ പേടിച്ച് ഓടിപ്പോകുന്ന ഇങ്ങനെ സീരിയലി കണ്ടിട്ടുണ്ട്. അതാണ് ഈ അച്ചായൻ്റെ മനസ്സിലെ ഒരു ധൈര്യം. അപ്പം ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ അച്ചായനോട് ചോദിച്ചു, അച്ചായ അങ്ങനാണെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം, അച്ചായൻ അറിയാവോ എന്ന് ചോദിച്ചു. അതേത് സ്ഥലമാണ് ഉപദേശി? സെമിത്തേരി.
മാർബിളിൻ്റെ കുരിശ്, ഗ്രാനറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശുമുള്ള സ്ഥലമാണ് ഏത്? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? അങ്ങോട്ട് സെമിത്തേരി. ഞാൻ പറഞ്ഞതല്ല, അച്ചായൻ്റെ കാര്യം പറയുക, വെറുതെ എൻ്റെ മേലെ നിങ്ങൾ കണ്ണൊന്നും ഊരിട്ടുണ്ട്. അച്ചായൻ പറഞ്ഞ കാര്യം പറയുക. അപ്പം ഏറ്റവും കൂടുതൽ ഈ എന്തുവാ കുരിശുള്ള സ്ഥലം. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും അവിടെ കാണരുത്. മാത്രമല്ല, ഈ പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണ് പ്രകാശം അടിക്കുന്നിടത്തിരുന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. പോയാലോ 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞ് അതുവഴി. അപ്പം മനുഷ്യൻ്റെ ചില തെറ്റിദ്ധാരണകളൊന്ന് തിരുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിണങ്ങണ്ട. മനുഷ്യൻ്റെ ചില തെറ്റിദ്ധാരണകൾ ഈ സീരിയലും സിനിമയും ഒക്കെ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് പോലെയൊക്കെയാ ദൈവം ചെയ്യുന്നതെന്നാ പലരുടെയും ചിന്ത. അതങ്ങ് മാറാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതാ. വേദപുസ്തകത്തിൽ പറയുന്നത് പിശാചെന്ന് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞ് യൂണിഫോം ഇട്ട് പുകയും പുകച്ചു വരുന്നതൊന്നുമല്ല. പിന്നെന്താ? അവനൊരാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്. അവൻ രംഗപ്രവേശനം ചെയ്തു ഏദൻ തോട്ടത്തിലേക്ക്. എന്തിനാ? ഇന്ന് രാത്രി ആലഞ്ചോലയിലെ സകല മനുഷ്യരും അറിയണം, ഈ പിശാചിനും മനുഷ്യനെ കുറിച്ച് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ ഉപദേശിച്ചത്? സഹോദര, നീ വീട് വയ്ക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന പിശാചിൻ്റെ മണ്ഡലങ്ങൾ ആന്നോന്ന് നീ വീട് വെക്കുന്നതിന് പിശാചിന് എന്നാ? സഹോദര, നീ കാറ് മേടിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലം, നീ കാറ് മേടിക്കുന്നതിന് പിശാചിന് എന്നാടാ? മനസ്സിലായോ വല്ലോ? ഈ കൊച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായ ആളുകൾ BMW, ഓഡി, ജാഗ്വാർ, ബെൻസ് തുടങ്ങിയ കാറുകളിലാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. അവർക്ക് ദൈവമില്ല, ഒരു കുന്തവുമില്ല. ദൈവമില്ലെന്ന് പറയുന്നവൻ ഇവിടെ BMW-യും ബെൻസും ജാഗ്വാറും ഓടിച്ച് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നവൻ ഒരു മാരുതിക്കാറും വെച്ച് വിറപ്പിക്കുക. കൃപയാൽ ഒരു മാരുതിക്കാർ. എല്ലാ കാര്യമുണ്ടോ? മിണ്ടുന്നില്ല. കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ, ഇവിടെ ഈ കാലഘട്ടത്തിലെ പ്രസംഗകരെല്ലാം മനുഷ്യനെ വഞ്ചിച്ചു വെക്കുക. നിങ്ങൾക്ക് യേശുവിലേക്ക് വന്നാൽ ഇത് കിട്ടും, അത് കിട്ടും. ഞങ്ങളുടെ കേരളത്തിലാണെങ്കിൽ യുവമാരെ കൊണ്ട് സഹിക്കാൻ മേല. യേശുവിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ കഷണ്ടി, മുടി കിളിർക്കും, പല്ലിൻ്റെ പോടടയ്ക്കും എന്നൊക്കെ യുവമാർ പറയുന്നത്. യേശുവിൻ്റെ പണി ഇപ്പോൾ ഇതാ, പല്ലിൻ്റെ പോടടയ്ക്കുക. ഇതുപോലുള്ള കുറേ ക്ഷുദ്രജീവികൾ സുവിശേഷത്തെ നശിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ആലഞ്ചോലയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയാം, ഈ പരിസരങ്ങളിൽ നല്ല വീടോടുകൂടെ ജീവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഈ പരിസരങ്ങളിൽ നല്ല സമ്പത്തുള്ളവരുണ്ട്. ഈ പരിസരങ്ങളിൽ അത്യാവശ്യം വസ്തുവകകളുള്ളവരുണ്ട്. ഈ പരിസരങ്ങളിൽ മാന്യമായി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന നല്ല ആളുകൾ ഈ പരിസരത്തുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ സമാധാനത്തോടെ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഇനി എന്തിനാ നിങ്ങളുടെ കൂടെ യേശുവിൻ്റെ അടുക്ക വരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ പറയുന്ന വീടും, നിങ്ങൾ ഈ പറയുന്ന കാറും, നിങ്ങൾ ഈ പറയുന്ന എസ്റ്റേറ്റും, നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്നേ. പിന്നെ ഞങ്ങൾ എന്തിന് യേശുവിൻ്റെ അടുക്ക വരണമെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ആലഞ്ചോലക്കാരോട് പറയാം, ഈ തമിഴ്നാട് മുഴുവൻ നിന്റെ പേരിൽ എഴുതി വാങ്ങിയാലും ആമേൻ, നിനക്ക് ലഭിക്കാത്തൊരു പദവി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പദവി എന്താണെന്ന് ചോദിച്ചാൽ, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ എനിക്കും നിനക്കും തരും. അതാണ് നിനക്ക് ലഭിക്കുന്ന ലോട്ടറി. ഇവിടുത്തെ മെമ്പർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റിന്, MLA-ക്ക്, MP-ക്ക്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക് പോലും ലഭിക്കാത്തൊരു പദവി പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവം തരും. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും വീട് കിട്ടുമെന്നല്ല, കാറ് കിട്ടുമെന്നല്ല, ലോറി കിട്ടുമെന്നല്ല, പിന്നെയോ ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഒന്ന് ചിന്തിക്കണം. പ്രധാനമന്ത്രിയുടെ മോന ഞാനെന്ന് പറയാൻ ഒരാൾക്ക് എന്ത് വലിയ അഭിമാനമായിരിക്കും. മുഖ്യമന്ത്രിയുടെ മകനാണ് ഞാനെന്ന് പറയാൻ ഒരാൾക്ക് എത്ര വലിയ അഭിമാനമായിരിക്കും.
ഞാൻ ഇവിടെ അടുത്ത പോലീസ് സ്റ്റേഷനിലെ CI എൻ്റെ പപ്പായാണെന്ന് പറയാൻ ഒരു കൊച്ചിന് എത്ര അഭിമാനമായിരിക്കും. അങ്ങനെങ്കിൽ ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചുളവാക്കിയ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവം എൻ്റെ അപ്പന്, എൻ്റെ പിതാവ് എന്ന് പറയുവാനുള്ള ഭാഗ്യമാണ് ദൈവമക്കൾക്ക് ലഭിച്ച പ്രിവിലേജ്. പ്രൈസ് ദി ലോർഡ്. കോടികൾ കൊടുത്താൽ കിട്ടില്ലത്. ഇവിടുത്തെ അംബാനിക്ക് കിട്ടില്ലത്. അതാണ് ദൈവമക്കളുടെ പ്രിവിലേജ്. ദൈവമക്കളായി തീരുവാൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എന്തിനാടാ ഷമീറെ നീ യേശുവിൻ്റെ പുറകെ പോയെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിവിലേജ്, എനിക്ക് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ലഭിച്ചതുകൊണ്ട്. ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ബാപ്പയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഷമീറെ നിനക്കെന്തോ അബദ്ധം പറ്റി, നീ പെന്തക്കോസുകാരുടെ കൂടെ പോയി അബദ്ധം പറ്റിപ്പോയി. ഇസ്ലാമിൽ നിന്നൊന്നും ആരും അങ്ങനെ പോകത്തില്ല കേട്ടോ, മുസ്ലിമിൽ നിന്നൊന്നും ആരും പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിയതാണെന്ന് എന്നോട് പറഞ്ഞു. അന്നാണേ ആ കാലം. അന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചഞ്ചലം. ഇനി എങ്ങാനും അബദ്ധം പറ്റിയത് ആണോന്നൊരു ചഞ്ചലം. ഇപ്പോഴല്ല, അന്ന്. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരു ഉപദേശിയോട് ചോദിച്ചു, ഉപദേശി, എന്നെ പോലെ വിശ്വാസത്തിലേക്ക് വന്ന വേറെ ആരെങ്കിലും പെന്തക്കോസിൻ്റെ അകത്തുണ്ടോ? എന്നെ പോലെ വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കേട്ടെ. അപ്പോൾ ഒരു ഉപദേശി എന്നോട് പറയുക, ആലപ്പുഴയിൽ ഒരു പാസ്റ്റർ നസീറും കുടുംബവും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നമ്പർ തരണം. നമ്പർ മേടിച്ചു. ഞാൻ നേരെ നസീർ പാസ്റ്ററെ കാണാൻ ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴ ചെന്നപ്പോഴോ, ആലപ്പുഴയിൽ ജനിച്ച് ആലപ്പുഴയിൽ വളർന്ന് ആലപ്പുഴയിൽ ഇംഗില സിന്താബ വിളിച്ചുകൊണ്ട് നടന്ന നസീറും ഭാര്യ റഷീദയും കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന കണ്ടു. അപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ ചോദിച്ചു, നസീർ പാസ്റ്ററെ എന്നാ വിശ്വാസത്തിലേക്ക് വന്നേ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ എന്നാ വന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ 2002. ഞാൻ 94 വന്നെന്ന്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷം. ഏതേ, നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ജനലിൽ കൂടെ നോക്കി അപ്പുറത്തൂടെ പോയെന്നറിയുമ്പോൾ ഒരു സന്തോഷം അല്ലേ? അതുപോലെ വേറൊരുത്തനും കൂടെ ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പം ഞാൻ നസീർ പാസ്റ്ററോട് ചോദിച്ചു, നസീർ പാസ്റ്ററെ നമ്മളെപ്പോലെ വിശ്വാസത്തിൽ വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഉടനെ പുള്ളി പറയുക, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. ഞാൻ നേരെ വിട്ടു കോട്ടയത്ത് ചെന്നപ്പോൾ സിയാദ് മുഹമ്മദും ഭാര്യ നിഷയും ദൈവത്തെ ആരാധിക്കുന്നു. സിയാദിനോട് ചോദിച്ചു, സിയാദെ നമ്മളെപ്പോലെ വിശ്വാസത്തിൽ വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. വിട്ടു ഞാൻ മലപ്പുറത്ത്, നിലമ്പൂർ ചുങ്കത്തറയിൽ പാസ്റ്റർ ഷാജഹാനും ഷീജ ബീവിയും കർത്താവിനെ ആരാധിക്കുന്നു. ഷാജഹാനോട് ചോദിച്ചു, ഷാജഹാനെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും വിശ്വാസത്തിലുണ്ടോയെന്ന്. പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഇസ്മായേൽ അട്ടപ്പാടിയിലുണ്ട്, ഡോക്ടർ മുരളിയുടെ അടുത്ത് ട്രൈബൽ മിഷനിൽ. വിട്ടു ഞാൻ അട്ടപ്പാടിക്ക്. അവിടെ ചെന്ന് ഇസ്മായേൽ പാസ്റ്ററെ കണ്ടു. ഇപ്പോൾ എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി. ഇസ്മായേലിനോട് ഞാൻ ചോദിച്ചു, ഇസ്മായേലെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും വിശ്വാസത്തിലുണ്ടോ? പിന്നെ റഫീഖ് പാസ്റ്റർ വയനാടുണ്ടെന്ന്. വയനാട്ടിൽ ചെന്ന് റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു, മുനീർ കാസർഗോഡുണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോൾ പറഞ്ഞു, അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിലുണ്ടെന്ന്. വഹാബിനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലുണ്ടെന്ന്. നാലാഞ്ചിറയിൽ വന്ന് സമദിനെ കണ്ടപ്പോൾ പറഞ്ഞു, സൗദാ ബീവി ഇറങ്ങിയിട്ടുണ്ട്, കുവൈറ്റിൽ പോയെന്ന്. സൗദാ ബീവി ചോദിച്ചാൽ പറഞ്ഞു, റംല തോമസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്തിനധികം പറയുന്നു, ഇന്ന് കൊച്ചു കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. എന്തിനാ? ദൈവത്തിൻ്റെ മക്കളാകുവാൻ. അവർക്കാർക്കും ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നും യേശുവിൻ്റെ പുറകെ വന്നല്ല, ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച ഈ മാസം ഏറെക്കുറെ എനിക്ക് മീറ്റിംഗ് എല്ലാം തിരുവനന്തപുരത്താ. അടുത്ത ആഴ്ച ചെങ്കവിളയിലാ. ഞാനിങ്ങനെ മീറ്റിങ്ങിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ മതിലയിലൊക്കെ പുതിയ പുതിയ പാസ്റ്റർമാരുടെ പേരുകൾ, പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. കഴിഞ്ഞ മാസം തൃശ്ശൂർ ചേലക്കരയിൽ ഒരു മീറ്റിങ്ങിന് പോയി. ചേലക്കരയിൽ വെച്ചിട്ട് ഒരു പാസ്റ്റർ ഓടി വന്ന് പരിചയപ്പെടാൻ വന്നു. ഞാൻ ചോദിച്ചു, എന്നാ പേര്? ഗോപിനാഥൻ ആചാരി.
പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മാസം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരസ്യയോഗം നടത്തി. നിങ്ങൾ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. പരസ്യയോഗമായിട്ട് ഇടുക്കി ചെന്നു. ഇടുക്കിയുടെ ഗ്രാമത്തിൽ ഒരു കവലെ ചെന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ ഞങ്ങളെ കൊണ്ട് ഒരു പൊക്കമുള്ളൊരു മലയുടെ പൊക്കത്ത് ഒരു കുരിശടിയുണ്ട്, അതിൻ്റെ തണലിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് അവിടെ കയറി പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഈ പാസ്റ്റർ വിരൽ ചൂണ്ടിയിട്ട് അപ്പുറത്ത് ഒരു കൊച്ചു കോവിൽ പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് അത് കണ്ടോ, ആ കോവിൽ കണ്ടോ? അവിടുത്തെ പ്രതിഷ്ഠ വെച്ചത് ആരാന്നറിയോ? ശശി രാഘവൻ എന്ന് പറഞ്ഞൊരു പൂജാരിയെ, ശശി രാഘവൻ. ഞാൻ പറഞ്ഞു, ഓ അത് ശരി. എന്നിട്ട് പുള്ളി എന്നെ അടുത്ത വാക്ക് പറയാ, ദേ ആ വളവ് കണ്ടോ, വളവ്. ആ വളവ് തിരിഞ്ഞ് അപ്പുറത്തിരിക്കുന്നത് പുള്ളിയുടെ ചർച്ച അന്ന്. ഞാൻ ചോദിച്ചു, ആരുടെ? ശശി രാഘവൻ്റെ ചർച്ച അന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ പുള്ളി ഒന്ന് കാണണമല്ലോ എന്ന്. ഞാൻ പോയി കണ്ടു. യൂട്യൂബ് ചാനലിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇൻ്റർവ്യൂ സഹിതം പിടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ശശി രാഘവൻ ആ മനുഷ്യൻ്റെ അടുക്ക ചെന്ന് ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ഈ മനുഷ്യൻ പറഞ്ഞത് ശരിയാണോ? എന്താ, അപ്പുറത്തെ കോവിലിൽ പ്രതിഷ്ഠ വെച്ച് പൂജാരിയായിട്ടിരുന്ന ആൾ താങ്കളാണോ? ഉടനെ ശശി പാസ്റ്റർ പറയാം, അതെ. പിന്നെ എങ്ങനെ ഇപ്പുറത്തെ ചർച്ചിലെ പാസ്റ്ററായത്? ഉടനെ പുള്ളി പറയുകയാണേ, ഓ അതൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഞാൻ ചോദിച്ചു, എന്നാ സംഭവം എന്താ? ഉടനെ പുള്ളി പറയുക, എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഒരു പാസ്റ്റർക്ക് ഇട്ടൊരു തല്ല് കൊടുത്തതാണ്, ഞാൻ ഇപ്പോൾ പാസ്റ്ററായത്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ സംഭവം എന്താ? ഉടനെ പുള്ളി പറഞ്ഞു കേൾക്കണോ, ഒരു വയസ്സായ പാസ്റ്ററും ഭാര്യയും ഈ ഇടുക്കിയിലെ ഈ ഗ്രാമത്തിൽ പല വീടുകളിൽ കയറി പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ ഈ ശശി രാഘവൻ പാസ്റ്റർ അന്ന് ഭയങ്കര ചട്ടമ്പിയാ. അപ്പോൾ പുള്ളിക്കാരനിങ്ങനെ ഈ പാസ്റ്ററെ പിടിച്ചിട്ട് ഒരൊറ്റ അടി കൊടുത്തിച്ച് പറഞ്ഞു, തന്നോട് പറഞ്ഞിട്ടില്ലേടോ ഇവിടെ എങ്ങും പ്രാർത്ഥിക്കാൻ വരില്ലോ എന്ന് പറഞ്ഞൊരു അടി കൊടുത്തു. വയസ്സായ മനുഷ്യനാ. അപ്പോൾ ഈ പാസ്റ്ററുടെ ഭാര്യ, പ്രായമുള്ള അമ്മ വന്നച്ച് പറഞ്ഞു, എടാ ശശി, നീ എന്നാടാ ഈ അപ്പച്ചനെ അടിച്ചത്? നിൻ്റെ അപ്പച്ചനാകാൻ പ്രായമില്ലയോടാ, ഈ മനുഷ്യനെ നീ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു. ഉടനെ ശശി പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെങ്ങും വന്ന് വീടുകളിൽ കയറി പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഉടനെ ഈ അമ്മച്ചി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടെ. അമ്മച്ചി പറയാ, എൻ്റെ പൊന്നു ശശിയെ, ഈ പാവപ്പെട്ട രോഗികളായ ആരുമില്ലാതിരിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അടുക്ക വന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞതാ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ഞങ്ങളെ അടിക്കും. പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അടിക്കും. ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം അടിക്കും, പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അടിക്കും. ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യാനാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ അപ്പച്ചനും അമ്മച്ചിയും ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. അന്ന് മുതൽ ശശിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അന്ന് മുതൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇന്നും ഇടുക്കി ചെന്നാൽ മനോഹരമായ ഒരു ആലയവും, ആമേൻ, അനേക ദൈവമക്കളുമായി കൂടി വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആ മനുഷ്യൻ പറയും, ഇന്ന് ഈ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, ആമേൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിൻ്റെ അവകാശം ലഭിച്ചു. അതാണ് എനിക്ക് കിട്ടിയ ലോട്ടറി എന്ന് ഇന്ന് രാത്രി ആലഞ്ചോലക്കാരോട് ഞങ്ങൾ വിളിച്ചു പറയാം. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു നന്മ കിട്ടുമെന്ന് പറഞ്ഞല്ല ഞങ്ങളാരും യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിയത്. മറിച്ച് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വം നൽകപ്പെടുവാൻ. ഇനി അതെന്തിനാ? അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കത് വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ അത് എന്തിനാണെന്ന് ചോദിക്കുന്നെങ്കിൽ ഉത്തരവും കൂടെ പറഞ്ഞേച്ച് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് നാളത്തേക്ക് വെക്കാം. ഉത്തരം പറയാം, കേട്ടോ. ഈ ദൈവത്തിൽ നിന്ന് കേട്ടോണം, പിശാചിൻ്റെ രംഗപ്രവേശനം അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. സഹോദരി, നീ വീട് വെക്കുന്നതിനൊന്നും അവന് പ്രശ്നമൊന്നുമില്ല. നീ നിന്റെ മക്കൾ ഗൾഫിൽ പോകുന്നതിനൊന്നും അവന് പ്രശ്നമൊന്നുമില്ല. ആ പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി ജീവിക്കരുത്. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കരുത്. നീ കള്ളു കുടിച്ച് റോഡിൽ കൂടെ നടന്നാൽ എല്ലാവർക്കും ഇഷ്ടമാ. നീ കള്ളു കുടിച്ച് റോഡിൽ കൂടെ നടന്നാൽ ആരും നിന്നെ കുറ്റം പറയത്തില്ല. പക്ഷെ നാളെ നീ കള്ളു കുടിക്കല്ലേ എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ആളുകൾക്ക് നിന്നെ ഇഷ്ടമല്ല. മനസ്സിലായോ? ഈ സമൂഹം നന്നാകാനാ സമ്മതിക്കാത്തത്. ഞാൻ എൻ്റെ കൂട്ടുകാരുമായി കള്ളു കുടിച്ച് കുപ്പിയെടുത്ത് ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കയറി കള്ളും കുടിച്ച് ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കിയൊക്കെ, രാത്രി കാലങ്ങളിൽ അടിയുണ്ടാക്കിയൊക്കെ റോഡിൽ കൂടെ നടക്കുമ്പോൾ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അടുത്ത തലമുറയോട് കുടിക്കല്ലേ മക്കളെ, കള്ളു കുടിക്കല്ലേ, അത് തെറ്റാണെന്ന് പറയുമ്പോൾ റോഡിൽ കേൾക്കുന്ന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? ഇവിടെ നന്നായി ജീവിക്കാനാണ് സമൂഹം അനുവദിക്കാത്തത്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം,
പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നീ വലിയ വീട് വെക്കരുതെന്നോ വലിയ കാറ് മേടിക്കല്ലെന്നോ, നീ ഇവിടെ നന്നായി സമ്പത്തി ജീവിക്കുക, അതൊന്നും അവന് പ്രശ്നമല്ല. അവൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നീ പള്ളിയിൽ പോകരുത്, നീ പ്രാർത്ഥനയ്ക്ക് പോകരുത്, നീ ദൈവത്തിന് കൊള്ളാവുന്നതിനായി ജീവിക്കരുത്, നീ കുടുംബത്തിന് കൊള്ളാവുന്ന നല്ല അപ്പനായി മാറരുത്, നിന്നെ നശിപ്പിക്കണം നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇരുട്ടിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ ഇന്ന് രാത്രി ഓർക്കണം, അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുക. മനുഷ്യന്മാര് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നൊരു ചിന്തയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ദേശീയപാത ഹൈവേയിൽ റോഡിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ റോഡിൻ്റെ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുക. പ്രസംഗം തീർന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ണ് രണ്ടും നിറഞ്ഞ് കലങ്ങിയിരിക്കുക. ഞാൻ തോളിൽ ചേർത്ത് പിടിച്ചു. സഹോദര, വിഷമിക്കല്ലേ, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഉടനെ ആ മനുഷ്യനെ കരഞ്ഞുകൊണ്ട് പറയുക, സാറേ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുടുംബം എല്ലാം പോയി സാറേ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ സാറിൻ്റെ പ്രസംഗം കേട്ട് കുറച്ചു നേരം നിന്നതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ മരിക്കുന്നേ? അങ്ങനൊന്നും ചിന്തിക്കല്ലേ, വിഷമിക്കല്ലേ, എന്തിനാ മരിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കേൾക്കണോ സാറേ, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 4 വയസ്സുള്ള കുഞ്ഞുണ്ട്, നല്ല കുടുംബമായിരുന്നു. ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യും, പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കര വാവയാണ്, പപ്പ ഇനി കുടിക്കത്തില്ല. ആണയിട്ട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കവലെ കൂട്ടുകാരിങ്ങനെ നിൽക്കുക, വാളിയ അടിയളിയ, അങ്ങനെ കൂട്ടുകാരുമായി ചേർന്ന് കുപ്പിയെടുത്ത് അടിച്ച് 4 കാലിൽ വീട്ടിൽ കയറി വരുമ്പോൾ സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, മൃഗമാണ്, ഞാനും ഒരു മൃഗമാണ്. എൻ്റെ ഭാര്യ പാവമാ സാറേ, അവൾ ഒത്തിരി സഹിച്ചു സാറേ. നിവർത്തിയില്ലാതെ വന്നപ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാ. എൻ്റെ പ്രിയപ്പെട്ട ആലഞ്ചോലക്കാർ ഒരു വാക്കുകൂടെ കേൾക്കണേ. അടുത്ത വാക്ക്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? അടുത്ത വാക്ക് പറയുക, സാറേ, നിങ്ങളാരെങ്കിലും സഹായിച്ചാൽ, നിങ്ങളാരെങ്കിലും ഒന്ന് ഇടപെട്ടട്ടെ, ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എൻ്റെ കുടുംബത്തെയും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആശയുണ്ട്. നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഈ ആശയുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി മാറണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പപ്പയായി മാറണം, എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി എനിക്ക് മാറണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പിതാവായി, എൻ്റെ കുടുംബത്തിൽ നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കണമെന്ന ആശ നമ്മുടെ നാട്ടിലെ അനേക ചെറുപ്പക്കാരുടെ ഉള്ളിലുണ്ട്. അറിയാമോ? പക്ഷെ അവർ പറയുന്നൊരൊറ്റ മറുപടി എന്തെന്നറിയാമോ? ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല സാറേ, പലവട്ടം ശ്രമിച്ചു, നടക്കുന്നില്ല. ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ കുടി നിർത്താനാവുന്ന പണി 58 ചെയ്തിട്ട് ഭാര്യ ഇപ്പോഴും ഊപ്പാട് വന്നിരിക്കുക, കെട്ടിയോൻ ഇപ്പോഴും കുടിച്ചുകൊണ്ടായിരിക്കുന്നേ. പറ്റുന്നില്ല സാറേ എന്ന്. എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നറിയാമോ നിങ്ങൾക്ക്? പുറത്താക്കപ്പെടേണ്ടത് അവൻ്റെ അകത്തിരിക്കുന്ന ഇരുട്ടിൻ്റെ ആത്മാവിനെയാണ്. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ സകല അധാർമികതയിലേക്ക് നയിക്കുന്ന 1000 രൂപ ഒരു പൈൻ്റ് കുപ്പിയും വാങ്ങിക്കൊടുത്താൽ ആരുടെ കഴുത്തറുക്കാനും കയ്യും കാലും വെട്ടി അരിഞ്ഞു മാറ്റാനും മടിയില്ലാത്ത കൊച്ചു കൊട്ടേഷൻ സംഘങ്ങളെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ ഈ ഇരുട്ടിൻ്റെ ആത്മാവാണ്. ഇവിടത്തെ ഏതൊക്കെ നേതാവ് മാറി മാറി ഭരിച്ചാലും, കേരളത്തിലെ പിണറായി ഭരിച്ചാലും, വി ഡി സതീശൻ ഭരിച്ചാലും, ഇങ്ങ് തമിഴ്നാട്ടിലെ ജോസഫ് വിജയ് സാർ ഭരിച്ചാലും, ഇവിടെ ആരൊക്കെ മാറി മാറി ഭരിച്ചാലും ഈ നാട്ടിലെ അക്രമങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് തടയിടുവാൻ ഒരൊറ്റ ഭരണകൂടത്തിനും കഴിയത്തില്ല. അതിൻ്റെ കാരണം പിശാചിനെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യൻ ഭരണഘടനയ്ക്കില്ല. മനസ്സിലാക്കിക്കോണം. കുറ്റം ചെയ്യുന്നവരെ പിടിച്ച് ജയിലിലിടുവായിരിക്കും, പക്ഷെ അവനെ കുഞ്ഞാടാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. പോക്കറ്റടിക്കാരനെ പിടിച്ച് ജയിലിലേക്ക് അയച്ച് 14 ദിവസം റിമാൻഡ് ചെയ്താൽ സകല അടവും പഠിച്ച് തികഞ്ഞൊരു കള്ളനായി അവൻ പുറത്തു വരും.
അല്ലാതെ അവനെ കുഞ്ഞാടാക്കുന്ന സംവിധാനമൊന്നും ലോകത്തിൽ ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ഈ ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ ഏക ലക്ഷ്യം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. അതിനുവേണ്ടി ദൈവം മനുഷ്യരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിക്കുവാൻ മനുഷ്യനെ ഉപായത്തിലൂടെ ചതിച്ച ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച് നിമിത്തം വേദപുസ്തകം പറയുന്നു, ആലഞ്ചോലക്കാരെ, മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. പാപം 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 പാപം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യനും പാപത്തിലാണ്. കേട്ടോണം, പാപം ചെയ്തപ്പോൾ മനുഷ്യന് സംഭവിച്ച നഷ്ടം എന്താണെന്ന് അറിയണ്ടേ? ഒന്ന് വായിച്ചു കൊടുത്തേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. നിന്നെ ഈ ഭൂമിയിൽ 70-80 വയസ്സ് വരെ ദൈവം ഈ ഭൂമിയിൽ എന്നെ നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ പ്രസംഗം നിർത്തുക. അതൊന്ന് കേട്ടോണം, ഒന്ന് കാതു തുറന്ന് കേട്ടോണം. ഞങ്ങൾ ഈ ഉപദേശിമാർ തൊണ്ട കീറി ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി നടന്ന് ഞങ്ങൾ ഇതൊക്കെ പ്രസംഗിക്കുന്ന എന്തിനാ? നിങ്ങൾ കേട്ടോ, വായിച്ചേ. 22 മുതൽ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിച്ചേ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ മനുഷ്യൻ പാപിയായി. ഈ പാപിയായിട്ടിരിക്കുന്ന മനുഷ്യൻ പാപമോചനം പ്രാപിക്കാതെ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ ഈ മനുഷ്യൻ എന്നേക്കും പാപിയായി തുടരും, പിന്നെ മോക്ഷമില്ല. അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം ഈ മനുഷ്യൻ ഇനി കഴിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ എന്ത് ലഭിക്കണം? പാപമോചനം ലഭിക്കണം. പിടികിട്ടിയോ? അതുകൊണ്ട് അവനെ എന്ത് ചെയ്തെന്നാ വായിച്ചേ. അതുകൊണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്മാതിരിക്കേണ്ടതിന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. എന്നിട്ട് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി. എന്തിനാ? തോട്ടത്തിന്റെ അകത്ത് നിപ്പുണ്ട ജീവവൃക്ഷത്തിന്റെ ഫലം. ഇവൻ അതും കൂടെ ഭക്ഷിച്ചാൽ ഇവൻ എന്നേക്കും പാപിയായി തുടരും. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് അവനെ എടുത്തിരുന്ന നിലത്തേക്ക്, അവനെ എടുത്ത പൊടി മണ്ണുള്ള നിലത്തേക്ക് അവനെ പുറത്താക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. കണ്ടോ? ആ ഏദൻ തോട്ടത്തിന് ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായി ദൂതന്മാരെ കാവൽ നിർത്തി, കെരൂബുകളെ കാവൽ നിർത്തി. ജീവവൃക്ഷത്തിൻ്റെ ഫലം ഈ മനുഷ്യൻ തിന്നാതിരിക്കാൻ. കേട്ടോണം, ശ്രദ്ധിച്ച്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെന്തൊരു ദൈവമാ, അത് തിന്നാതിരിക്കാൻ വേണ്ടി മനുഷ്യനെ പുറത്താക്കിയോ? എന്തിനാ? ഇത് മനുഷ്യന് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. പാപിയായ മനുഷ്യൻ ഇത് ഭക്ഷിച്ചാൽ എന്നേക്കും മരണമില്ലാത്ത കാലത്തോളം പാപിയായി തുടരും. അപ്പം ഇവൻ ഇത് കൊടുക്കണം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? പാപമോചനം പ്രാപിക്കണം. ഇനി നിങ്ങൾ മൂന്നാമത് നമ്മൾ വായിച്ച വാക്യം, വെളിപ്പാട് പുസ്തകം 2:7 വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. അപ്പോ ഈ ജീവവൃക്ഷം എവിടാ നിൽക്കുന്നേ? നിങ്ങൾ കേട്ടില്ല, ഒന്നുകൂടെ വായിച്ചോട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. അപ്പൊ ജീവവൃക്ഷം എവിടാ നിൽക്കുന്നേ? ദൈവത്തിന്റെ പരദീസയില്. അപ്പൊ ഇവനെ എവിടുന്നാ പുറത്താക്കിയേ? ജീവവൃക്ഷം നിൽക്കുന്നിടത്ത് നിന്നാ ഇവനെ പുറത്താക്കിയേ. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടപ്പോ ഇവൻ എവിടായിരുന്നു? പരദീസയിലായിരുന്നു. പിടികിട്ടിയോ? സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പരദീസയിൽ ജീവവൃക്ഷത്തിന്റെ അടുത്ത്, അവിടെ നിന്ന് ഇവൻ പാപം നിമിത്തം പുറത്താക്കപ്പെട്ടു. ഇനി പാപമോചനം പ്രാപിച്ച്
മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഇവൻ തിരിച്ച് ആ പറുദീസയിൽ ചെല്ലുമ്പോൾ അവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ് വായിച്ചത്. കണ്ടോ? അപ്പൊ ഈ 70-80 വയസ്സ് വരെ ഈ ഭൂമിയിൽ എന്നെ നിങ്ങളെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താ? ഏദൻ തോട്ടത്തിൽ നിന്ന് വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തിരികെ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ഈ 70-80 വയസ്സിനുള്ളിൽ പാപമോചനം പ്രാപിച്ചിട്ട് ചെല്ലണം. അതാണ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം. മനസ്സിലായോ? ഇവിടെ മനുഷ്യന്മാർ വിചാരിച്ചിരിക്കുന്നത് ഈ 70-80 വയസ്സ് വരെ ദൈവമോ കുന്തവും ഇല്ല, ആകെ ഒരു ജന്മമല്ലേ ഉള്ളളിയ, ആടിച്ച് പൊളിച്ച് സുഖിച്ച് മതിച്ച് പൊളച്ചങ്ങടി ജീവിക്കുക, പിന്നല്ല പ്രാർത്ഥന, പള്ളി, വേറെ പണിയില്ലെന്ന് പറഞ്ഞ് മനുഷ്യനിവിടെ ആടിച്ചു പൊളിച്ച് ജീവിക്കുക. ഒരു ജന്മേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്തൊരു ചുക്കുമില്ലെന്നാണ് മനുഷ്യൻ പറയുന്നത്. ഒരു കാര്യം ഓർത്തോണം, അമ്മയുടെ വയറ്റിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി കിടന്നവരാ നമ്മളെല്ലാവരും. ഈ അമ്മയുടെ വയറ്റിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ നമ്മളോട് ഒരാൾ പറയുവാണെന്ന് ഇരിക്കട്ടെ, ഉദാഹരണം ഒരാൾ പറയാം, മോനെ 9 മാസം 9 ദിവസം കഴിയുമ്പോൾ നീ വേറൊരു മനോഹരമായ ഭൂമിയിലേക്ക് പിറക്കും, പൂക്കളുള്ള പുഴകളുള്ള പൂന്തോട്ടമുള്ള കാറുള്ള മാനുള്ള പൂവുള്ള മനോഹരമായൊരു ഭൂമിയിലേക്ക് നീ പിറന്നു വീഴും. അവിടെ വെച്ച് നിന്നെ ജനിപ്പിച്ച നിന്റെ അപ്പൻ്റെ മുഖം നീ കാണും എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ചിരിച്ചോണ്ട് പറയും, ചുമ്മാ പോടോ പോടോ, ആകെ കൂടെ എൻ്റെ സ്ഥലം ഇതാണ്. ഏത്? ഇതാണ് എൻ്റെ ലോകം. കൃത്യമായിട്ടുള്ള ഓക്സിജൻ, കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള വെള്ളം, ഇതെല്ലാം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പനും അമ്മയും പാടുന്നതും പറയുന്നതൊക്കെ എനിക്കിവിടെ കിടന്ന് കേൾക്കാം. ഇതാണ് എൻ്റെ ലോകം, ഇതിൻ്റെ അപ്പുറത്തൊരു കുന്തവും ഇല്ലെന്ന് പറയുന്ന മനുഷ്യൻ 9 മാസം 9 ദിവസം കഴിയുമ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന പുതിയൊരു ലോകത്തേക്ക് പിറന്നു വീണ് തന്നെ ജനിപ്പിച്ച അപ്പൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന പോലെ ഈ ഭൂമി എന്ന് പറയുന്ന ഗർഭപാത്രത്തിൻ്റെ അകത്ത് 70-80 വയസ്സ് വരെ ചുരുണ്ട് കിടക്കുന്ന മനുഷ്യൻ മരണം വഴിയായി അടുത്തൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെയും നിന്നെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുഖം കാണുന്ന, ആ മുഖം കണ്ട് പുഞ്ചിരിക്കുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് മരണം വഴിയായി ഞാനും നീയും ചെന്നു ചേരുമ്പോൾ അവിടെ പാപം മോചിക്കപ്പെട്ടവനായി ചെന്നില്ലെങ്കിൽ നിനക്കുള്ള ഓഹരി കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന തീപ്പൊയ്കയത്രേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ സത്യം മനസ്സിലാക്കിയ ഷമീർ അബ്ദുൽ സലാം ബൈബിൾ എടുത്ത് യേശുവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ ബാപ്പാടെ ആൾക്കാരും ഉമ്മാടെ ആൾക്കാരും ഒക്കെ ഒരുപോലെ പറഞ്ഞു, എടാ നീ പെന്തിക്കോസി തുള്ളാൻ പോയെങ്കിൽ, എന്നോട് പറയുക, നീ പെന്തിക്കോസി തുള്ളാൻ പോയെങ്കിൽ നീ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരും, 1 സെൻറ്റ് ഓഹരി നിനക്ക് തരത്തില്ല, 1 രൂപ ഷെയർ നിനക്ക് തരത്തില്ല, നീ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരുമെന്ന് പറഞ്ഞപ്പോൾ ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന എൻ്റെ യേശു തെണ്ടിയല്ലെന്ന് പറഞ്ഞ് 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം എടുത്ത് ഇറങ്ങി തിരിച്ചു. കിടക്കാൻ ഒരു പായില്ലാതെ, ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാതെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഞാനും എൻ്റെ ഭാര്യയും ഉറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ എവിടെ കിടക്കും, എന്ത് കഴിക്കുമെന്നറിയാതെ ഈ പുസ്തകം ചേർത്ത് പിടിച്ച് ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് യേശുവിന് വേണ്ടിയാണെന്ന് തീരുമാനിച്ചിറങ്ങി തിരിച്ചപ്പോൾ ഇന്ന് 24 വർഷം പിന്നിടുമ്പോൾ എൻ്റെ ബന്ധുക്കളിൽ പലരും ഇന്ന് രഹസ്യമായിട്ടെങ്കിലും ഫോൺ വിളിച്ച് പറയുന്നൊരു വാചകമുണ്ട്, എടാ മക്കളെ ഞങ്ങൾക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ എടാ. 1 സെൻറ്റിന് വേണ്ടിയും തെണ്ടിത്തിരിഞ്ഞ് പോയിട്ടില്ല കേട്ടോ, എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ ദൈവനാമം മഹത്വത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. എൻ്റെ ബാപ്പയുടെ കുടുംബത്തിൽപ്പെട്ട പയ്യൻ, ചെറുപ്പക്കാരൻ, പുതിയ പയ്യൻ വിളിച്ചിട്ട് എന്നോട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ജാതിയും മതമൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ എന്നോട് അവന് ദേഷ്യം, പുതിയ പിള്ളേർക്ക് ദേഷ്യമില്ല, സ്നേഹമാണ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു ദിവസം, എന്നോട് അവൻ ഇക്കാക്കാന്നാണ് വിളിക്കുന്നത് എന്നെ, അവൻ വിശ്വാസിയല്ലല്ലോ. ഇക്കാക്ക എവിടാന്ന് ചോദിച്ചു. ഞാൻ ഉടനെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, എടാ മോനെ ഞാനിപ്പോൾ അമേരിക്കയിലാന്ന് പറഞ്ഞു. ഉടനെ ഇവൻ കുറേ ചിരിക്കുന്ന സിമ്പൽ എനിക്ക് അയച്ചു. ഞാൻ ചോദിച്ചു, എന്നാടാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടന്ന ആൾ അമേരിക്കയിൽ പോവാൻ. ഞാൻ 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടന്ന ആളാന്ന് അവനറിയാം. 10ാം ക്ലാസ് ഗുസ്തിയായിട്ട് നടന്ന ആൾ അമേരിക്ക എവിടാന്ന് പറ. ഞാൻ പറഞ്ഞു, എടാ ഞാൻ അമേരിക്കയിലാണ്. ചുമ്മാ സീരിയസ് ആയിട്ട് ചോദിച്ചാന്ന്. ഞാൻ പറഞ്ഞു, വീഡിയോ കോൾ വിളിയടാന്ന് പറഞ്ഞു. വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, ഞാനിപ്പോൾ അമേരിക്ക. അവൻ വായും തുറന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞു, എടാ 10ാം ക്ലാസ്സും ഗുസ്തി ഉള്ളെങ്കിലും ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്.
മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറഞ്ഞതാ. ഈ പുസ്തകമെടുത്ത് ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നെ തെണ്ടിത്തിരിഞ്ഞ് അലയ്ക്കാൻ വിടുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നീ മറക്കരുത്. പാപമോചനം പ്രാപിച്ച് പുത്രത്വം പ്രാപിച്ച് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നീ ആ പറുദീസയിലേക്ക് തിരികെ എത്തണം. ഈ സർക്കിളാണ് ജീവിതം. ഈ സർക്കിളാണ് ജീവിതം. മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞെ? ഇതിൻ്റെ അകത്ത് എവിടാ ജാതിയും മതവും? എനിക്കതാ മനസ്സിലായി. ഈ നമ്മുടെ മനുഷ്യന്മാരുടെ എത്ര പറഞ്ഞാലും തലേ കയറുന്നില്ല. ഇതിൻ്റെ അകത്ത് മതമില്ല പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അകത്ത് ജാതിയില്ല പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ അകത്ത് ഒന്നേ ഉള്ളൂ, സൃഷ്ടാവായ ദൈവത്തെ അറിയണം. നമ്മൾ ഇന്ന് വരെ അറിഞ്ഞു വച്ചിരിക്കുന്നത് മാതാപിതാക്കൾ നമ്മളെ കാണിച്ചു തന്ന ദൈവത്തെയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ബാപ്പയും ഉമ്മയും എൻ്റെ കുഞ്ഞായിരുന്ന എന്നെ എടുത്തൊരു ക്രിസ്ത്യൻ കോൺവെൻറ്റിൻ്റെ തിണ്ണെ കൊണ്ട് കിടത്തി വെച്ച് അവരങ്ങ് പോയെന്നിരിക്കട്ടെ. ഞാൻ ജനിച്ചത് ആരായിട്ടാ? മുസ്ലിമായിട്ട്. കോൺവെൻറ്റുകാർ എന്നെ എടുത്ത് വളർത്തിയാൽ അവരെന്നെ പഠിപ്പിക്കുന്ന ദൈവം ആരാ? യേശു ക്രിസ്തു. ഞാൻ ജനിച്ചത് മുസ്ലിമായിട്ട്, വളർത്തുന്നവർ എനിക്ക് കാണിച്ചു തന്നത് ദൈവം ഏതാണോ അതാണ് എൻ്റെ ദൈവം, അല്ല ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പം ലോകത്തിലെ മനുഷ്യന്മാരെല്ലാം ദൈവത്തെക്കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നത് അവർ ജനിച്ച കാലത്ത് അവരുടെ കുടുംബമോ വീട്ടുകാരോ ആരെ ചൂണ്ടി ദൈവം എന്ന് പറഞ്ഞു, അത് നമ്മൾ ദൈവമെന്നും പറഞ്ഞ് നടക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് എന്നെ സൃഷ്ടിച്ച ദൈവം ആരെന്ന് ഞാൻ തിരിച്ചറിയുന്നൊരു സുദിനമുണ്ടെങ്കിൽ ആ ദിനമാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കാനുള്ള പദവിയിലേക്ക് നമ്മൾ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന, നിയമലംഘനം മനുഷ്യൻ ചെയ്തു. കഴിക്കരുതെന്ന് പറയുന്ന വൃക്ഷഫലം അവനെ കൊണ്ട് കഴിപ്പിക്കുവാൻ ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം, മനുഷ്യൻ അത് ഭക്ഷിച്ചു. വേദപുസ്തകം പറയുന്നു സകല മനുഷ്യനും പാപത്തിലായി. 2 ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നാളത്തേക്കിടാൻ പോവുകയാണ്. 2 ചോദ്യത്തിൻ്റെ ഉത്തരം. ചില ആളുകൾ പറയും ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഈ പെന്തിക്കോസ് ഉപദേശിമാർ ഒരു നാണവും ഇല്ല, ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. മനുഷ്യനാരാ? പാവിയ ചുമ്മാ. 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി, ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാവുന്നുള്ള കണ്ടുപിടുത്തം നടക്കുന്നു. UK മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. കൽക്കരിയുടെ ട്രെയിൻ മാറിയിട്ട് വന്ദേ ഭാരത് ഓടി തുടങ്ങി. എന്നിട്ട് ഈ ഉപദേശിമാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഉപദേശിമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക മനുഷ്യനാരാ? പാവിയാന്ന്. പിള്ളേർ ചിരിക്കത്തില്ലേ അച്ഛാ? പിള്ളേർ ചിരിക്കുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെടാ മക്കളെ. ചിരിക്കുന്നതൊക്കെ നല്ലതാ. ഒരൊറ്റ ചോദ്യം. മനുഷ്യൻ കുടിയിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയടാ, സമ്മതിച്ചു. ആകാശമാർഗം പറക്കാൻ തുടങ്ങി, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കട്ടെ, നല്ല കാര്യം, സമ്മതിച്ചു. UK മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചു, സമ്മതിച്ചു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും സമ്മതിച്ചടാവേ. ഒറ്റ ചോദ്യം. കൽക്കരി ആയാലും വന്ദേ ഭാരത് ആയാലും രണ്ടിൻ്റെയും പേരെന്താ? ട്രെയിൻ എന്നല്ലേ? ഈ ട്രെയിനിൻ്റെ അകത്ത് പോയിട്ടുള്ളവരൊന്ന് കൈവോക്കി അറിയാൻ വേണ്ടി. ട്രെയിനിൻ്റെ അകത്ത് പോയിട്ടുള്ളവർ ഉണ്ട്? ഒറ്റ ചോദ്യം. കൽക്കരി ആയാലും വന്ദേ ഭാരത് ആയാലും ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ടോയ്ലറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഉണ്ട്. അത് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്നാ മാറാത്ത? കഴിഞ്ഞ ആഴ്ച ഞാൻ കയറി നോക്കി, സത്യം, ചങ്ങലക്കിട്ടാ വെച്ച്. എന്നാ മാറാത്ത? കണ്ടുപിടുത്തം മാറി, ഇൻ്റർനെറ്റ് മാറി, സയൻസ് മാറി, ടെക്നോളജി മാറി, ശാസ്ത്രം മാറി, എല്ലാ കുന്തവും മാറി. പക്ഷേ ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്നാ മാറാത്തെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിൾ. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യൻ മാറിയിട്ടില്ല. ശരിയാണോ? മിണ്ടുന്നില്ല. ശരിയാണോ? ഓ ഇച്ചി. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്. നാളെ രാവിലെ ഇവിടെ അടുത്തുള്ളൊരു ബാങ്കിലോട്ട് പോ. SBI, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്കിൽ പോ. 5 രൂപ വിലയുള്ള ലക്സി പേന നൂല് കൊണ്ട് പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്നു. എന്നാ പേന ഓടിപ്പോവോ? ബാങ്കിൻ്റെ അകത്ത് 5 രൂപയുടെ പേന നൂല് കൊണ്ട് പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്നു. മാന്യന്മാർ വരുന്ന സ്ഥലമാണേ ബാങ്ക്. ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് എന്തിനാ? സിമ്പിൾ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവൻ ആലഞ്ചോലയിലും ഉണ്ട്, ഇല്ലേ? ഇനിയും മനുഷ്യൻ ഭാവിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും ആലഞ്ചോലയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ സഹോദര, ഇന്ന് രാത്രി കട അടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ആലഞ്ചോല ഭാവിയുണ്ടോ. കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കിയാച്ചാ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കം കിട്ടാതെ വന്നപ്പോൾ CCTV കൊണ്ട് വെച്ചാച്ചാ സ്വൈര്യമായിട്ട് ഇപ്പോൾ ഉറങ്ങുന്നത്.
എന്നാ കാട്ടിൽ നിന്ന് പുലി ഇറങ്ങി കടയിൽ കയറി മിച്ചർ തിന്നുമെന്ന് പേടിച്ചാന്നോ? അല്ലെന്ന്. അപ്പുറത്ത് കിടക്കുന്ന ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ചാ ഇവിടെ ജീവിക്കുന്നത്. മനുഷ്യനെ ഭയപ്പെട്ടാ ഇവിടെ ജീവിക്കുന്നത്. ഈ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് കാട്ടിൽ നിന്ന് പുലി ഇറങ്ങി വീട്ടിൽ കയറി കൊച്ചിനെ പിടിക്കാതിരിക്കാനല്ല, ഇവിടുത്തെ മനുഷ്യനെ നിയന്ത്രിക്കാൻ. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ജീവിയാണ് മനുഷ്യൻ. കാരണം അവൻ്റെ അകത്ത് പാപമുണ്ട്. ഇപ്പം ചില ആളുകൾ പറയും, ഉപദേശി പറഞ്ഞ ഏറെക്കുറെ ശരിയാ, മനുഷ്യൻ പാപം ചെയ്യുന്നവനാ. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ, ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാപിയല്ല. അങ്ങനെ പറയുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ചേട്ടൻ ഒരു 5 മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഉദാഹരണം, ഒരു ചേട്ടൻ ഒരു 5 മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. 4 പാമ്പ് സകല മനുഷ്യരെയും കടിക്കാറുണ്ട്. ഒരു മൂർഖൻ പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കുന്നവരാരെങ്കിലും പറയുമോ കടിക്കാത്ത പാമ്പിന് വിഷമില്ലെന്ന്? മൂർഖൻ പാമ്പാണെങ്കിൽ അത് കടിക്കും, കടിച്ചാൽ അതിനെന്തുണ്ട്? വിഷമുണ്ടാകും. അത് തന്നെയാണ് മനുഷ്യൻ. ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി നടന്ന ആളുകൾ ഒരു ദിവസം രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ ചാക്കോച്ചൻ അറസ്റ്റിൽ. ചാക്കോച്ചനോ? എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നടാ, ഇന്നലെ കൂടെ കണ്ടതാന്ന് പറയും. എന്താ കാര്യം? ഇന്നലെ വരെ നല്ലതായിരുന്നു, ഇന്ന് അകത്തിരുന്ന വിഷം പുറത്തു വന്നു. അതാണ് മനുഷ്യൻ. സ്വന്തം പെമ്മക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മനുഷ്യൻ. ജനിപ്പിച്ച അപ്പൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്ത എന്തുകൊണ്ട് വരുന്നു ചിന്തിക്കണം. ആകാശത്തുകൂടെ പറക്കുന്ന ഒരു പരുന്ത് ഭൂമിയിലേക്ക് താഴ്ന്നു പറഞ്ഞാൽ ഈ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്ത് ചെയ്യും? ചിറക് വിരിച്ച് കുഞ്ഞുമക്കളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന അമ്മ മനസ്സ് കോഴിയമ്മയെ കാണും നമ്മൾ. പക്ഷേ മനുഷ്യനെ നോക്ക്, കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിന് തീരദേശത്തിൻ്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? കോഴിയമ്മ മുട്ടയിട്ടാൽ ഉടനെ കൂകി വിളിക്കും അല്ലേ? കോഴി കൂകുന്ന കേൾക്കുമ്പോൾ അമ്മമാർ പെമ്മക്കളോട് പറയും, എടി കോഴിക്കൂട്ടി പോയി നോക്കടി മുട്ടയിട്ടൊന്ന്. കോഴി കൂവുന്നു. കോഴി ഒരു സിഗ്നൽ കൊടുത്തു. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസ്സിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പം അമ്മത്തൊട്ടിലി വളരുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? ചിന്തിക്ക്. പണ്ട് വീട്ടിലൊരു അതിഥി വന്നാൽ ഭർത്താവ് പറയും കോഴിയെ പിടിച്ച്, എടി നമുക്ക് ഇന്ന് ഈ കോഴിയെ അങ്ങ് തട്ടിക്കളയാന്ന് പറഞ്ഞു. ഭർത്താവ് കോഴിയെടുത്ത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണ് രണ്ടും പൊത്തിക്കൊണ്ട് ഭാര്യ അടുക്കളയിൽ, എനിക്കിത് കാണാൻ വയ്യാന്നും പറഞ്ഞ് ഓടിയ ഭാര്യമാരാ പണ്ട് കാലത്ത്. ഇന്നോ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ 55 വെട്ടി നുറുക്കി പീസാക്കി ബാഗിലാക്കി തോളിലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. മാറ്റം സകല മേഖലകളിലും മാറിയെങ്കിലും മാറ്റം വരാത്തൊരു മേഖല മനുഷ്യൻ. കാരണം എന്താ? അവൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തവും ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപത്തിൽ നിന്നാണ് അവന് മോക്ഷം വേണ്ടത്. ഈ പാപം അകത്തു കയറിയ കാലം മുതൽ ഒരു മോക്ഷത്തിനായി മനുഷ്യൻ അലയാൻ തുടങ്ങി, മോക്ഷത്തിനായി നിലവിളിക്കാൻ തുടങ്ങി. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ചെയ്തുകൊണ്ട് ഇന്നും മനുഷ്യൻ അലയുന്നു മോക്ഷത്തിനായി. ഇന്നും ശരിയാണോ? ദൈവത്തെ അന്വേഷിച്ച് അലയുന്നു മനുഷ്യൻ. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി മനുഷ്യൻ അലഞ്ഞു നടന്നു മോക്ഷം തേടി ഈശ്വരനെ തേടി മനുഷ്യൻ അലഞ്ഞു. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ചെയ്തു നോക്കി. എന്തിനധികം പറയുന്നു, ഞങ്ങളുടെ കേരളത്തിലെ പത്തനംതിട്ട ഓമല്ലൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടി നുറുക്കി നരബലി കൊടുത്തു നോക്കി. കിട്ടിയോ മോക്ഷം? കിട്ടിയില്ല. അകത്ത് ജയിലിൽ കടന്ന് ചപ്പാത്തി ഉരുട്ടുക. ആവുന്ന പണി 58 ചെയ്ത് മനുഷ്യൻ മോക്ഷത്തിനായി നിലവിളിച്ചു. മനുഷ്യന്റെ നിലവിളികൾ പ്രാർത്ഥനാ സൂക്തങ്ങളായി പുരാണങ്ങളിൽ കുറിക്കപ്പെട്ടു. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുള്ള നാടാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, പാപത്തെക്കുറിച്ചൊരു 100 പ്രാർത്ഥനാ സൂക്തങ്ങൾ പുരാണങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അസതോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതംഗമയ. എന്താ അർത്ഥം? സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഭഗവൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ചാലും ഭഗവൻ. നിലവിളികൾ ഉയർന്നു. ഇവിടെ മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന മറ്റൊന്നാണ് സ്വഹീഹായ ഹദീസുകൾ. ഈ ഹദീസുകളിൽ ഇമാം മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദിവസേന 100 പ്രാവശ്യമെങ്കിലും ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു.
തൗബയെ കുറിച്ചുള്ള ഹദീസിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന് ബുഖാരി രേഖപ്പെടുത്തി. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ അവൻ പറയും, പൗലോസ്ലീഹ രേഖപ്പെടുത്തി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, അതേ മനുഷ്യൻ പാപിയാണ്, അവന് പാപത്തിൽ നിന്നൊരു മോക്ഷം ആവശ്യമാണ്. മോക്ഷം തേടി അലഞ്ഞു, നേർച്ച കാഴ്ച തീർത്ഥയാത്ര പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി മനുഷ്യൻ ഈശ്വരനെ തേടി അലഞ്ഞപ്പോൾ ഇന്ന് രാത്രി ആലഞ്ചോലയോട് ഒരു സന്തോഷ വർത്തമാനം പറയാം. സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, അതെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ സഞ്ചരിക്കുകയില്ല. ഇന്ന് രാത്രി ദേശക്കാരെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച് ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ആലഞ്ചോലക്കാരോട് വേദപുസ്തകത്തിന്റെ അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ല. വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു വരി എൻ്റെ കൂടെ ഇരിക്കട്ടെ, മറ്റൊരുത്തിയിലും, അതെൻ്റെ വക. വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല. സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ സൃഷ്ടാവായ ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ് ദൈവം മനുഷ്യവേഷത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ജനനത്തിൽ പോലും പാപമില്ലാത്തവനായി കന്യകയിൽ നിന്നുരുവായി ലോകത്തിലേക്ക് വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു കയറി. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, പുറം കണ്ണൊന്ന് അടച്ച് അകക്കണ്ണൊന്ന് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ ഞങ്ങൾക്കൊരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ, കണ്ടോ, ഓരോ ചാട്ടവാറടിക്കും പീസ് പീസായി മാംസക്കഷണങ്ങൾ ഇളകി തെറിച്ചു പോയിട്ടും, തലയ്ക്കകത്ത് മുൾക്കിരീടം ആഞ്ഞടിച്ചു കയറ്റിയിട്ടും, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിത്തുളച്ചിട്ടും, അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ടും, പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നൊരു വാചകമാണ് 24 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ചത്. പ്രവാചകൻ ഇങ്ങനെ എഴുതി വെച്ചു, അവൻ വായ തുറക്കാതെ ഇരുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മാവിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ വാക്കിൻ്റെ തുമ്പിൽ നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? ലാസറേ പുറത്തു വരിക എന്ന ഒറ്റ വാചകം കൊണ്ട് 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തിന് ജീവൻ കൽപ്പിച്ച ദൈവമല്ലേ അങ്ങ്? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ക്രൂശിൽ നിന്നൊരു സൂപ്പർ ഹീറോയെ പോലെ ഇറങ്ങി വരാൻ യേശു ക്രിസ്തുവിന് കഴിയുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരാ, അവൻ വായ തുറക്കാതിരുന്നത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിൻ്റെ പടുകുഴിയിൽ പതിക്കാതിരിപ്പാൻ യേശു എനിക്കും നിനക്കും പകരമായി കാൽവരിയിൽ തൻ്റെ പ്രാണനെ മഹായാഗമാക്കി മാറ്റി. അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയ്ക്കൽ യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറ കൊണ്ട് യേശു ക്രിസ്തു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ പന്തൽ ഉയരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇരിക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഈ ആലഞ്ചോലയിൽ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ പാടുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതുക്ക നിന്നുകൊണ്ടല്ല, ഒരു കണ്ണാടിക്കൂടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ല,
ഉലക മഹാന്മാരഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഉലകത്തിലെ സകലമാന കല്ലറകളിലും ഒരെഴുത്തുണ്ട്, അവർ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു. ചാക്കോച്ചൻ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു. തോമസ് ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു. വർഗീസ് ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ അതാ പാലസ്തീന്റെ പച്ചമണ്ണിൽ തുറക്കപ്പെട്ട ഒരു കല്ലറ ഇന്നുമുണ്ട്. അവിടെ ഒരു മേലെഴുത്തുണ്ട്, അവൻ ഇവിടെ ഇല്ല, യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉലക മഹാന്മാരഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങി കിടക്കുന്ന ആമേൻ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള ദൈവം, മറുപടി അയക്കാൻ കഴിയുന്ന ദൈവം, എനിക്കും നിനക്കും പാപമോചനം സൗജന്യമായി തരാൻ കഴിയുന്ന ദൈവം. അതുകൊണ്ട് ആലഞ്ചോലക്കാരോട് ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ, കിടക്കുന്ന കിടപ്പാടം ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ട യേശുവേ, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ പലപ്പോഴും നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത തെറ്റിൻ്റെ വഴികളിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു. എനിക്കൊരു പാപമോചനം ആവശ്യമാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അരുളി ചെയ്ത അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുവാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പകരം തരാൻ ഒന്നുമില്ല. എനിക്ക് പകരം തരാൻ എൻ്റെ കയ്യിൽ പണമില്ല, പകരം തരുവാനായിട്ട് എൻ്റെ പക്കൽ ഒന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ, കിടക്കുന്ന കിടപ്പാടത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി അങ്ങേക്കായി തുറക്കുന്നു എന്ന് ഈ ശബ്ദപരിധിയിൽ ആരേറ്റു പറയുന്നുവോ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇന്ന് രാത്രി കടന്നു വരുവാൻ യേശു മതിയായ ദൈവമാണ്.